السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على خاتم الأنبياء نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. رب زدنا علما يا كريم. റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ബാധിച്ച് ജീവിക്കണം എന്ന് ആമുഖമെന്നോണം സ്വന്തത്തെ മറക്കാതെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. റബ്ബിൽ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഖുർആനെ കുറിച്ച് ഖുർആൻ പഠിക്കാൻ വേണ്ടി ഭാഗ്യം ലഭിച്ച ആളുകളാണ് നാം ഓരോരുത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശുക്ർ പറയാൻ നമ്മൾ മറക്കരുത്. അതോടൊപ്പം തന്നെ പൂർണ്ണമായ ഇഖ്ലാസോട് കൂടി നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഞാമൽ സ്വീകരിക്കുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുമ്പുള്ള ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹുവിൽ വിശ്വസിച്ച് ജീവിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി ഒഴിവാക്കാൻ പറഞ്ഞൊക്കെ ഒഴിവാക്കി ജീവിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗത്തെ കുറിച്ചായിരിക്കും പറഞ്ഞു വെച്ചിട്ടുള്ളത്. അവർക്കുള്ള അനുഗ്രഹങ്ങളും അത് സുഖ സൗകര്യങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടാവുക. 25-ാമത്തെ ആയത്തില് ഇന്ന് ഇൻഷാ അല്ലാഹ് 26-ാമത്തെ ആയത്താണ്. എടുത്തിട്ടില്ല, 9-ാമത്തെ ആയത്ത് എടുത്തെന്ന് പറഞ്ഞത്. 26-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 26-ാമത്തെ ആയത്ത് നമുക്ക് ആദ്യം പാരായണം ചെയ്തതിന് വിശദീകരണത്തിൽ കിടക്കാം. أعوذ بالله من الشيطان الرجيم. ഇനി ആ ഒരു തവണ ഓതിയിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട്. إن الله لا يستحيي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين. إن الله لا يستحيي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا
الفاسقين. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള തജ്വീദ് നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ എന്നുള്ള വാക്കാണ്. അവിടെ സാധാരണ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു. അവിടുത്തെ നിയമം മുൻഫസിലാണ്. കാരണം രണ്ട് പദത്തിലുള്ളത്. യസ്തഹി വേറെ പദമാണ്, അൻ എന്നുള്ള വേറെ പദമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നീട്ടണം. 2, 4, 5 എന്നാണ് ഇതിന്റെ കണക്ക്. 2, 4, 5 മുൻഫസിലാണെങ്കിൽ. ഹംസ വേറെയാണ്, മദ്ദക്ഷരം വേറെ പദത്തിലാണ്. പിന്നെ എന്താ പറയാണ്? ഐ യദ്രിബ. അവിടെ സുക്കൂന നൂനാണ് അൻ എന്നുള്ളത്. തൊട്ട് ശേഷം യാവ് വന്നു. തൊട്ട് ശേഷം യാവ് വന്നു കഴിഞ്ഞാൽ ഇദ്ഗാം ബിഗുന്ന എന്ന് പറയും. സുക്കൂനു ശേഷം യാവ് വന്നു കഴിഞ്ഞാൽ ഇദ്ഗാം ബിഗുന്ന. അപ്പൊ ഐ യദ്രിബ മണിച്ചുകൊണ്ട് ചേർത്ത് മണിച്ചുകൊണ്ട് ഓതുന്നതാണ്. ചേർത്തിട്ട് മണിച്ചുകൊണ്ട് ഓതുന്നത്. അപ്പം ഐ യദ്രിബ എന്ന് പറയണം. മസലമ്മ അവിടെ നിയമമുണ്ട്. മസല എന്നുള്ള തെൻവീനുണ്ട്. ആ തെൻവീൻ തൊട്ട് ശേഷം മീമുണ്ട്. അപ്പൊ തെൻവീന് ശേഷം മീം വന്നു കഴിഞ്ഞാൽ സുക്കൂന നൂനോ തെൻവീന് ശേഷം മീം വന്നു കഴിഞ്ഞാൽ ഇദ്ഗാം ബിഗുന്ന എന്നാണ്. അപ്പൊ നമ്മൾ ചേർത്തിട്ട് എന്ത് ചെയ്യണം? മണിച്ചോളണം. മസലമ്മ എന്ന് പറയണം. പിന്നെ മസലമ്മ ബഊദതൻ ഫമ. ബഊദതൻ ഫമ എന്നുള്ളിടത്ത് തെൻവീന് ശേഷം ഫാ വന്നു. ഫാ എന്നുള്ളത് ഇഖ്ഫാന്റെ അക്ഷരമാണ്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ അവ്യക്തമാക്കുന്നതാണ്. തെൻവീനെ അല്ലെങ്കിൽ സുക്കൂന നൂനെ അവ്യക്തമാക്കുന്നതാണ്. അപ്പം ബഊദതൻ ഫമ നമ്മൾ അവ്യക്തം ഉച്ചരിക്കണം. ഇദ്ഹാർ പറഞ്ഞാല് എന്താണ്? വ്യക്തമാക്കി ഉച്ചരിക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാല് സുക്കൂനു ശേഷം ഹംസ വന്ന് നിൽക്കുക. അൻ ആമന എന്ന് വന്നു കഴിഞ്ഞാൽ അൻ നമ്മൾ വ്യക്തമാക്കും. ഇഖ്ഫാന് നേരെ ഓപ്പോസിറ്റ് ആണ്, അവ്യക്തമാക്കുന്നതാണ്. അപ്പൊ എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ ആയത്തില് നേരത്തെ പറഞ്ഞ നിയമമാണ്. മാദ എന്നൊരു പദമാണ്, അറാദ എന്ന മറ്റൊരു പദമാണ്. മദ്ദക്ഷരം ഒരു പദത്തിലാണ്, ഹംസ വേറെ പദത്തിലാണ്. അപ്പൊ മദ്ദുൽ മുൻഫസിലായിരിക്കും. നേരത്തെ പറഞ്ഞ 2, 4, 5 എന്നുള്ള അറക്കത്തിൽ നമ്മൾ നീട്ടേണ്ടത്. പിന്നെ അതുപോലെ തന്നെ മസലൈ യുദില്ലു ബിഹി എന്നാണ്. അവിടെ മസലങ്ങൾ നിർത്തണം എന്നാണ്. മീമുണ്ട്. ആ മീം അറിയിക്കുന്നതിനാണ് നിർത്തൽ നിർബന്ധം അറിയിക്കുന്ന മീമാണ്. ആ രൂപത്തിലുള്ള മീം എന്നുള്ളത്. 2 തരത്തിലുള്ള മീം ഉണ്ടാവും. ഒന്നെങ്കിൽ ഈ രൂപത്തിലുണ്ടാകും, അല്ലെങ്കിൽ എന്തിനാവും കാലടിയിക്കുന്ന മീം ഉണ്ടാവും. അത് ചേർത്തതാണ്, മണിച്ചോതുള്ള ഭാഗത്തിൽ ഇദ്ഗാം ബിഗുന്നന്റെ ഭാഗത്താണ് അത് ഉണ്ടാവുക. ഇവിടെ ചെയ്യേണ്ടത് വെച്ചാല് നിർത്തിയിട്ട് ഓതാനാണ്. അപ്പൊ നിർത്തൽ നിർബന്ധമായ മീമാണ് ഈ മീം. അപ്പൊ നിർത്തിയിട്ടില്ല എന്നെങ്കിൽ മസലൈ യുദില്ലു ബിഹി എന്ന ഓതാ. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇദ്ഗാം ബിഗുന്നയാണ് നിയമം. പിന്നെ കസീറവ അവിടെ എന്താണ്? ഇദ്ഗാം ബിഗുന്നയാണ്. ഇദ്ഗാം ബിഗുന്ന 4 അക്ഷരപതി പറഞ്ഞു. ഒന്ന് വാവ് വന്നു, യാവ് വന്നു, അതുപോലെ തന്നെ മീം വന്നു. ഇനി വാക്കുകള് നൂനാണ്. ഈ 4 അക്ഷരം സുക്കൂന നൂനെയോ തെൻവീനോ ശേഷം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കൂട്ടി മണിച്ചുകൊണ്ട് ഓതണം എന്നർത്ഥം. അതുപോലെ കസീറം വ അവിടെയും ഇദ്ഗാം ബിഗുന്ന നിയമമാണ്. യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ എന്നുള്ള വാക്കാണ് ഈ ഒരു ആയത്തിൽ നമുക്ക് കിട്ടേണ്ടത്. ഇതാണ് പ്രധാനപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത് തജ്വീദിന്റെ നിയമങ്ങൾ എന്നുള്ളത്. ഇതിന്റെ അർത്ഥത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അല്ലാഹു പറയാണ് ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യസ്തഹി. യസ്തഹി എന്ന് പറഞ്ഞാൽ ലജ്ജിക്കുക എന്നാണ്. ഹയാ എന്നാണ് ഉണ്ടാവുന്നത്. ഹയാ എന്നുള്ള പദത്തിൽ നിന്നാണ് യസ്തഹി ലജ്ജിക്കുക. ലാ യസ്തഹി അല്ലാഹു സുബ്ഹാനഹു ലജ്ജിക്കുന്നില്ല. ഐ യദ്രിബ മസലൻ. ദറബ എന്ന് പറയുമ്പോൾ ശരിക്കും അടിക്കുന്നതാണ്. പക്ഷെ ഇവിടെ അർത്ഥം എന്ന് വെച്ചാല് ഉദാഹരണം പറയും, ഉപമ പറയുന്നത് ദറബ എന്ന് പറയും. ഐ യദ്രിബ മസലൻ എന്ന് പറഞ്ഞാല് ഉപമ പറയുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജിക്കുന്നില്ല. മസലമ്മ ബഊദതൻ ഫമാ ഫൗഖഹ. അതായത് കൊതുകിനെ കൊണ്ടാണെങ്കിലും ഇനി കൊതുകിന് മുകളിൽ എന്തൊക്കെയുണ്ടോ അതിനെ കൊണ്ടാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇന്ന വസ്തുക്കളെ കൊണ്ട് ഉപമിക്കുന്നത് എന്തില്ല? ലജ്ജയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഫഅമ്മല്ലദീന ആമനു എന്നാൽ മുഅ്മിനീങ്ങൾ
അമ്മാർ അലി എന്നാണ് അല്ലദീന ആമനു വിശ്വസിച്ച ആളുകൾ ഫയഅലമൂൻ അവർ നീങ്ങുന്നു അറിയുന്നു അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച ഉപമയുണ്ടല്ലോ ഉപമ എന്താണ് സത്യമാണ് അല്ലാഹുവിന്റെ യാഥാർത്ഥ്യമാണെന്ന് ചെയ്യും അവർ അംഗീകരിക്കും വഅമ്മല്ലദീന കഫറു എന്നാൽ കാഫിറുകളായിട്ടുള്ള ആളുകൾ സത്യനിഷേധികളോ ഫയഖൂലൂൻ അവർ പറയും മാദാ അറാദല്ലാഹു ബിഹാദാ മസല അല്ലാഹ് എന്താണ് ഈ ഉപമ കൊണ്ട് ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നവർ പറയും അല്ലാഹു പറയും യുദില്ലു ബിഹി കസീറൻ ഈ ഒറ്റ വിഷയത്തില് അല്ലെ അള്ളാഹ് ഉപമിച്ച വിഷയത്തില് ചിലർ വിശ്വസിച്ചു ചിലർ നിഷേധിച്ചോലും ചെയ്തു യുദില്ലു ബിഹി കസീറ കുറെ ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ബലാലത്തിലായി വയഹ്ദീ കസീറ കുറെ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുത്തു വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബലാലത്തിലാക്കുന്ന ആൾക്കാർ അള്ളാഹ് പറയുന്നത് ഫാസിഖീങ്ങളാണ് അള്ളാഹ് എന്ത് ചെയ്യുക ബലാലത്തിൽ ആക്കുള്ളതാണ് അപ്പൊ ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്ന വിഷയം എന്ന് വെച്ചാല് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമ പറഞ്ഞു അപ്പൊ ഉപമ പറഞ്ഞപ്പോ മുഅ്മിനീങ്ങൾ എന്ത് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം എന്താണ് സത്യമാണ് ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ ഈച്ചനെ കൊണ്ട് ഉപമിക്കാം ചിലപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എട്ടുകാലിന്റെ വില ഉണ്ടല്ലോ മാറാലെന്നൊക്കെ പറയല്ലേ അതിനെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളും അല്ലാഹു ഉപമിച്ചത് അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ച് എന്തുകൊണ്ടാണെങ്കിലും അത് എന്ത് വിഷയം നോക്കാതെ അവിടുത്തെ കാമ്പെടുക്കലാണ് മുഅ്മിനീങ്ങൾ അത് ഞാൻ അംഗീകരിക്കും എന്നാൽ കാഫിരീങ്ങളോ ഇത് കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കിയിട്ട് പറയും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത് എങ്ങനെ കളിയാക്കും ഈ രണ്ട് ടീമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ് അല്ലാഹു പറയുന്നത് ഈ രണ്ട് വിഷയത്തിലാണ് ഇത് ഒരാൾ കാഫിറായതും ഒരാൾ മുഅ്മിനായതും അള്ളാഹിന്റെ മുഅ്മിനെ അംഗീകരിച്ചുകൊണ്ടിരുന്നു മുഅ്മിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച പ്രമേയം നിഷേധിച്ചുകൊണ്ടിരുന്നു കാഫിറായെന്ന് എന്നാണ് ഈ ആയത്തിന്റെ ആശയം എന്ന് പറയുന്നത്. ഈ ആയത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഈ ഒരു ആയത്ത് ഇറങ്ങാൻ പശ്ചാത്തലമുണ്ട്, ഒരു കാരണമുണ്ട്, സബബുൻ നുസൂൽ ഉണ്ട്. സബബുൻ നുസൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ആയത്തിറങ്ങാൻ ഒരു പ്രത്യേകം കാരണമുണ്ട്. ഉദാഹരണത്തിന് പറയാം, യാ അയ്യുഹൻ നബി ലിമ തുഹർരിമു മാ ഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജിക എന്ന് അള്ളാഹ് പഠിപ്പിക്കുന്നുണ്ടല്ലോ. റസൂലെ, നിങ്ങൾ എന്തിനാണ് നിങ്ങളെ ഭാര്യ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയത് ഹറാമാക്കുന്നത്? എന്തോ നിങ്ങളെ ഭാര്യമാരെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ടെന്ന് പറയുന്നുണ്ട്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇതും റസൂലുള്ളാഹിന്റെ പത്നിയായിട്ടുള്ള സൗദ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് തേൻ കുടിച്ചു. തേൻ കുടിക്കണം എന്താണ്? ഹലാലാണ് അല്ലേ? അങ്ങനെ തേൻ കുടിച്ച് റസൂലുള്ളാഹി ഇതും തിരിച്ചു വീട്ടിൽ വന്നു. അപ്പൊ അന്ന് ശരിക്കും റസൂല് താമസിക്കേണ്ട വീട് ഹംസ റളിയല്ലാഹു അൻഹയുടെ വീടാണ്. ഹംസ റളിയല്ലാഹു അൻഹുക്ക് മനസ്സിലായത് റസൂലുള്ളാഹി സൗദ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് തേൻ കുടിച്ചത് അവിടെ നിന്നത് മനസ്സിലായി. കുറച്ചു നേരം അപ്പൊ എന്ത് പറഞ്ഞു, പറ്റൂല, ഇത് എന്റെ ദിവസമാണ്, എന്തുകൊണ്ട് അവിടെ പോയെന്ന് ആലോചിച്ചോ? ഹംസ ചോദിച്ചു. റസൂൽ പറഞ്ഞു, ഇത് തേൻ കുടിക്കുക എന്ന് റസൂൽ അവിടെ പറഞ്ഞു. അപ്പൊ അന്ന് ആയത്തിറക്കി എന്ത് അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ നമ്മൾ ഏത് ആയത്ത് പഠിപ്പിക്കുകയാണെങ്കിലും എനിക്ക് വരുന്നുണ്ടാവും ഒരു സബബുൻ നുസൂൽ ഉണ്ടാവും. കൂടുതൽ ചിലതിലുണ്ടാവുന്നില്ല, അതിൽ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുമെന്നുണ്ടാവും. പിന്നെ ഒരു സബബുൻ നുസൂൽ ഇറങ്ങാൻ ഒരു കാരണം ഉണ്ടാവും. അപ്പൊ ഈ ആയത്ത് ഇറങ്ങാൻ പ്രത്യേകം കാരണമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ തൊട്ട് മുമ്പത്തെ പേജില് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്? മുനാഫിഖീങ്ങളെ ഉപമിക്കുന്നുണ്ട് അല്ലേ? രണ്ട് ഉപമ വരുന്നുണ്ട്. ഒന്ന് മസലുഹും കമസലിൽ ലദി ഇസ്തൗഖദ നാറ, നമ്മൾ പറഞ്ഞ കാര്യമാണ്. അത് മുനാഫിഖീങ്ങൾ എന്ത് ചെയ്യും? അല്ലാഹു ഉപമിക്കാണ്. അവരേതുപോലെയാണ്? കുറച്ച് ആൾക്കാർ ഒരു ഭാഗത്ത് തീ കമ്പൊക്കെ കൂട്ടി തീ കത്തിച്ചു. സ്വാഭാവികമായിട്ട് ഉണ്ടാവും മുഴുവനേറ്റും വെളിച്ചം കത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല സമയത്ത് ആ വെളിച്ചം കെടുത്തി കളഞ്ഞു. അപ്പൊ എന്താണ്ടാവുക? ഇരുട്ടായി, കാറ്റോ അന്തികാനം മൂടി പോയി ഇരുട്ടായില്ലേ എന്ന് പറഞ്ഞ മുനാഫിഖുകൾ അല്ലാഹു ഇത് ഒരു ഉപമ പറഞ്ഞു. രണ്ടാമത്തെ ഉപമ എന്താ? നല്ല മഴയുണ്ട്, അതുപോലെ തന്നെ ഇടിയുണ്ട്, മിന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് അവരെന്താണ് ചെവി പൊത്തിവെക്കും. എന്ത്? ആ ഇടിമിന്നല് കെട്ട് പേടിച്ച് മരണത്തെ പേടിച്ചിട്ട് എന്ത് ചെയ്യും? അവര് ചെവി പൊത്തിവെക്കുന്നു പറഞ്ഞു. തൊട്ടടുത്ത അല്ലാഹു പറയുന്നത് മിന്നല് വരുമ്പോൾ വിളിച്ചുണ്ടാവുമല്ലോ, അപ്പൊ അവരിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോകും. മിന്നല് പോയി കഴിഞ്ഞാലോ മുടിലിട്ടാവും, അവർ നിൽക്കും. അപ്പോ മുനാഫിഖുകളുടെ അവസ്ഥ പഠിപ്പിക്കുക എന്താണ്? അവര് ഇരുട്ടിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മിസാലിലൂടെ ഇവിടെ പഠിപ്പിക്കുകയാണ്. ഈ ഉപമ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മുനാഫിഖുകളെ കുറച്ച് ആഗ്രഹം പറഞ്ഞത്
ഇതെന്താ സംഭവം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തേ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങൾ തിരുന്നില്ല എന്നാലും പറഞ്ഞു മുനാഫിഖ് പറഞ്ഞു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു കൊതുകിനെ കൊണ്ടാണെങ്കിൽ എന്തില്ല ഉദാഹരണം പറയാം, അതൊരു മടിയില്ല എന്ന് പറയും. അതിനെന്തില്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപമിക്കുന്നുണ്ട്. ആ ഉപമയിൽ എന്താ പ്രധാനം? കാമ്പാണ് പ്രധാനം. അവിടെ തത്വമാണ് പ്രധാനം. എന്തല്ല എന്തിനെ കൊണ്ട് ഉപമിച്ചു എന്നല്ല പ്രധാനം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ വിശദീകരിക്കുന്നത്. അതാണ് ഈ ആയത്തിറങ്ങാനുള്ള ഒന്നാമത്തെ കാരണത്തെ കൊണ്ട് സാധാരണ പണ്ഡിതന്മാർ പറയാറുള്ളത്. രണ്ടാമത്തെ മറ്റൊരു കാരണത്തിൽ പറയാനുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അൻകബൂത്തിനെ കൊണ്ട് എന്തുണ്ട് ഉപമിക്കുന്നുണ്ട്. അൻകബൂത്ത് എന്ന് പറഞ്ഞാൽ എട്ടുകാലിനെ കുറിച്ച്, എട്ടുകാലിന്റെ ആ വലയെ കുറിച്ച് അള്ളാഹു പറയുന്നത് മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ കമസലി അൻകബൂത്ത് ഇത്തഖദത് ബൈത വഇന്ന അവ്വലൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത്ത്. അള്ളാഹു പഠിപ്പിക്കുകയാണ് എന്ത്? അള്ളാഹ്ക്ക് പുറമെ വലികളെ സ്വീകരിക്കുന്ന കൂട്ടാളികളെ സ്വീകരിക്കുന്ന ആളുകൾ ഏതുപോലെയാണ്? കമസലി അൻകബൂത്ത് ഇത്തഖദത് ബൈത. ഈ എട്ടുകാലി ഉണ്ടാക്കണ വലയെ പോലെ വീടിനെ പോലെ. എന്താ കാരണം? ഏറ്റവും എന്താണ് ഔഹനിൽ വീട്ടെന്ന് പറയുന്നത് നിസാരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് കേൾക്കാത്ത വീടാണ് എന്ത് അൻകബൂത്തിന്റെ വീട്ട്, എട്ടുകാലിന്റെ വീട് എന്ന് പറയുന്നത്. അതുപോലെയാണ് എന്ത് ഇവര് വേണ്ടിയൊക്കെ തകർന്നടിച്ചു പോകും. അള്ളാഹ്ക്ക് പുറമെ ആരെ സ്വീകരിച്ചാലും ചെയ്യും അത് നിലനിൽക്കും എന്നുള്ള പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈച്ചനെ കൊണ്ട് ഉപമിക്കുന്നുണ്ട്. ഈച്ചനെ കൊണ്ട് അള്ളാഹ് പഠിപ്പിക്കുന്നുണ്ട് ഇന്നല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഉ ലഹു എന്ന് അള്ളാഹ് പഠിപ്പിക്കുന്നു. അതായത് അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യില്ല, ഒരു ഈച്ചനെ പോലും സൃഷ്ടിക്കുകയില്ലെന്നാണ്. ഈച്ച നിന്ന് തട്ടിപ്പറിച്ചോണ്ടേ വേണമെന്ന് അത് തിരിച്ചെടുക്കാൻ കഴിയുമോ? ഇല്ല. അത്രമാത്രം വഈഫാണ് ആര്? മനുഷ്യന്മാര് എന്ന് ആര് പഠിപ്പിക്കാണ്? അള്ളാഹ് പഠിപ്പിക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈച്ചനെ കൊണ്ടോ അതുപോലെ തന്നെ ഈ അൻകബൂത്തിനെ കൊണ്ടൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചപ്പോൾ എന്ത് ചെയ്തു? മുശ്രിക്കുകൾ എന്ത് പറഞ്ഞു? അന്ന് എന്തൊക്കെയാ പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അവര് പറഞ്ഞ വാക്കാണ് മാ ബാൽ അൻകബൂത്തി വദ്ദുബാബി ദിക്റാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഇങ്ങനെ ഇവരെ കുറിച്ച് പറഞ്ഞത്, ഇവരുടെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ ആവശ്യം എന്നാൽ അവർ പറഞ്ഞു. അപ്പൊ അള്ളാഹ് ആയത്തിറക്കി എന്ത്? ഫയഖൂലുന മാദാ അറാദ ബിഹാദ മസല. മുഅ്മിനീങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കുന്നില്ല. ഇന്നല്ലാഹ ലാ യസ്തഹി അയ്യദ്രിബ മസലൻ മാ ബഅൂദൻ ഫമാ ഫൗഖഹാ. അള്ളാഹ്ക്ക് എന്തില്ല കൊതുകാണെങ്കിലും അന്ന് ചെറുതാണെങ്കിലും അതിന് മുകളിലാണെന്നില്ല അവർക്കൊണ്ട് ഉപയോഗിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് യാതൊരു മടിയുമില്ല, ലജ്ജയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വിഷയം എന്ന് വെച്ചാല് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിറക്കാനുള്ള മറ്റൊരു കാരണമായി കൊണ്ട് പറയാനുള്ളതാണ് എന്ത്? ദുന്യാവിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്ദിച്ചുകൊണ്ട് ഇറക്കിയ ആയത്താണ്. ദുന്യാവിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മസല് ഉപമിച്ചതാണ്. ഇതെങ്ങനെ? അത് പറയുന്നത് ഈ ബഅൂദത്തിന് പ്രത്യേകം എന്താ? ബഅൂദത്തിന് കൊതുകുന്നാണ്. അതിന് പ്രത്യേകം എന്താ? അതെപ്പോഴാ ജീവിച്ചിരിക്കുന്ന അവസ്ഥ? എപ്പോഴാ വിശക്കുന്ന സമയത്താണ് അല്ലേ? ചോര കുടിച്ച് എന്ത് ചെയ്യും? ഊർത്ത് ചാവും. എന്നെ പോലെ മനുഷ്യന്മാര്, എങ്ങനത്തെ മനുഷ്യന്മാര്? ദുന്യാവിനെ സ്നേഹിക്കുന്ന ആളുകൾ. ഓരെന്ത് ചെയ്യും? ദുന്യാവിന്റെ പിന്നാലെ പോകും. അപ്പൊ ദുന്യാവൊക്കെ കിട്ടും, അവസാനം കുത്തുണ്ടാവും, അതോടെ എന്ത് ചെയ്യും? ഇല്ലാണ്ടാവും. ഇതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു കൊടുക്കുന്നത്. ഇതാണ് ആരവസ്ഥ? ദുന്യാവിനെ സ്നേഹിച്ചു കൊണ്ടാകുന്ന ആളവസ്ഥ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. പിള്ളേച്ചക്ക് ഖാറൂന്റെ അവസ്ഥ അല്ലെ, എല്ലാം ഉള്ള ആളാണ്. പക്ഷെ ഇത് ഒറ്റടിക്കുന്നത് ഇതോ താഴത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഴ്ത്തി കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞു വെച്ചാല് ഒരു കൊതുകിനോട് ആരോപിക്കുകയാണ്. ദുന്യാവിന് വേണ്ടി ജീവിക്കുന്ന ആളെ അള്ളാഹു ഉപമിക്കുകയാണ്. അത് നിലവിൽ ജീവിതം ഉപകരിക്കൂല, അവന്റെ അവസാനം ഒന്നുമില്ലാത്തവനെ പോലെ യാകുന്നതാണ്. നമുക്ക് ഇതിന്റെ പാഠം വെച്ച് കഴിഞ്ഞാല് ദുന്യാവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് വെച്ചാല് ഏറ്റവും മോശപ്പെട്ട പരിപാടിയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുന്യാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഒന്നേ ദുന്യ ഇല്ല മറ്റാവുള്ള ഗുറൂർ. എന്താണ്? വഞ്ചിക്കുന്ന വിഭവം മാത്രമാണ്. ചിലതൊന്നും അള്ളാഹു പറഞ്ഞാൽ എന്താണ്? ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹു എന്ന് പറഞ്ഞു, കളി തമാശ മാത്രമാണ് പറഞ്ഞത്. അപ്പൊ ദുന്യാവിന് വേണ്ടി ജീവിക്കുന്നത് മനുഷ്യന്റെ സ്വഭാവമാണ്, എപ്പോഴും ഉണ്ടാവും. അപ്പൊ അത്രയും പ്രയാസത്തിന്റെ ഘട്ടത്തിൽ മാറ്റിക്കൊണ്ട് ഒരാള് ആഖിറത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുമ്പോൾ അവനേക്കാൾ വലിയ ഒന്നില്ല, വേറെ ഒന്നുമില്ല എന്നാണ്.
മനുഷ്യരൊക്കെ ജീവിക്കുന്നതാണ് ദുന്യാവെന്ന് പൈസ ഉണ്ടാക്കണം, ഉണ്ടാക്കണം, അങ്ങനെ ദുന്യാവിനോട് ഓടിച്ചാണ് കളിക്കാറ്. പക്ഷെ അവിടെ നിന്നൊക്കെ മാറുന്നതുകൊണ്ട് ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്നത് പ്രയാസമാണ്. അപ്പോ അങ്ങനെ ജീവിക്കുന്ന ആക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറം കൊടുക്കും, ദുന്യാവ് കൊടുക്കുന്നതാണ്. റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട് മൻ കാന ദുന്യാ ഹബ്ബുഹു, ഒരാളുടെ ആഗ്രഹം എന്താണ്? ദുന്യാവാണ്. റസൂൽ പഠിപ്പിക്കുക ഫറഖല്ലാഹു അലൈഹി അംറഹു, ഒരാളുടെ ആഗ്രഹം ദുന്യാവാണ് എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ആകെ വിഘടിച്ചു കൊടുക്കും, പ്രയാസപ്പെടുത്തി കൊടുക്കും. വജഅല ഫഖറഹു ബൈന ഐനൈഹി, രാവിലെ മുതൽ രാത്രി വരെ പണിക്കുണ്ടാവും, പക്ഷെ ദാരിദ്ര്യക്കാരൻ. കാരണം എന്താ? ദുന്യാവാണ് അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ ദുന്യാവാണ്. വലം യഅതീന ദുന്യ ഇല്ലാ മാ കുതിബ ലഹു. അള്ള എന്താ രേഖപ്പെടുത്താതെ നമുക്ക് കിട്ടുള്ളൂ, അതിനപ്പുറം കിട്ടൂല. എന്താ ഉള്ളത് കിട്ടും, എന്താ ഖദറുള്ളത് കിട്ടും. എന്നിട്ട് അള്ളാഹ് വീണ്ടും റസൂല് വീണ്ടും പഠിപ്പിക്കുന്നുണ്ട് വമൻ കാനത്തിൽ ആഖിറത്തു ഹമ്മുഹു, ഒരാളെ ഹമ്മ് ആഗ്രഹം ആഖിറത്താണെങ്കിലോ ജമഅല്ലാഹു ലഹു അംറഹു, അള്ളാഹുവിന്റെ കാര്യങ്ങൾ ചെയ്യും ഒക്കെ എളുപ്പത്തിൽ കൊടുക്കുന്നത്, ഒരു സഹായം കൊടുക്കും, ആ സഹായം ഉണ്ടാവും, ഒക്കെ ഒരുമിച്ച് കൊടുക്കും. വജഅല ഗിനാഹു ഫീ ഖൽബിഹി, അവന്റെ ഖൽബിൽ അല്ലാഹു സുബ്ഹാനഹു ചെയ്യും ഗിന, ഐശ്വര്യം നൽകും. വഅതദഹു ദുനിയ വഹിയ റാഹിമ, അവൻ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ചെയ്യും അവ ദുന്യാവും കൊടുക്കുന്നതാണ്. അപ്പൊ ആഖിറത്തിന് വേണ്ടിയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ദുന്യാവും കിട്ടുമെന്നത് ഒരുപാട് നമുക്ക് ചരിത്രം വായിച്ചാലും കാണാൻ സാധിക്കും, ഒരുപാട് ഹദീസുകൾ വായിച്ചാൽ നോക്കാൻ സാധിക്കും. മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു കിട്ടുന്നു. സഈദ് ഇബ്നു ആമിർ അൽ-ജുമഹി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു കാരണമുണ്ട്. ബദർ യുദ്ധം കഴിഞ്ഞ് ബന്ദികൾ എന്ത് ചെയ്തു? മുശ്രിക്കുകൾ കൊണ്ടുപോയി. മുസ്ലിങ്ങളെ കൊടുക്കുന്ന കുറച്ച് ബന്ദികളെ മുശ്രിക്കുകൾ മക്കത്ത് കൊണ്ടുപോയി. അങ്ങനെ തെന്നഈം എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്തു? ഈ ബന്ദികളെ കൊണ്ടുപോയിട്ട് കൊല ചെയ്യാൻ കൊണ്ടുപോവാണ്. അങ്ങനെ തെന്നഈമിലെത്തി. ആ കൂട്ടത്തില് സ്വഹാബത്തിന്റെ കൂട്ടത്തിലുള്ള സ്വഹാബിയായിരുന്നു ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു. ഖുബൈബ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ടോ? ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവിടെ ഒരു മരത്തില് കുരിശ് തറച്ചു വെച്ചു. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ആ കുരിശിൽ കെട്ടിയിട്ടു. എന്നിട്ട് ചോദിച്ചു അവസാനം എന്താ ആഗ്രഹം ചോദിച്ചു. ഖുബൈബ് റളിയല്ലാഹു അൻഹു എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, 2 റക്അത്ത് നിസ്കരിച്ചു, സമ്മതം കൊടുത്തു. അപ്പൊ ഖുബൈബ് റളിയല്ലാഹു കൊല്ലാൻ അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. പെണ്ണുങ്ങളുണ്ട്, കുട്ടികളുണ്ട്, വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ ആരുണ്ട്? സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ സമയത്ത് അദ്ദേഹം മുശ്രിക്കാണ്. അങ്ങനെ എന്ത് ചെയ്തു? ഒക്കെ റെഡിയാക്കി. അത് 2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. 2 റക്അത്ത് നിസ്കരിച്ചു. അതിന് പെട്ടെന്ന് നിസ്കരിച്ചു കഴിഞ്ഞു. അത് നിസ്കരിച്ച രൂപം വെച്ചാൽ വളരെ സമാധാനത്തോടെ ഭയങ്കര സുഖമായിട്ട് അദ്ദേഹം നല്ല റാഹത്ത് നിസ്കരിച്ചു. അത് കുറച്ച് പെട്ടെന്ന് നിസ്കരിച്ചു കഴിഞ്ഞു. അപ്പം കാഫിറുകൾ ചോദിച്ചു നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ നിസ്കാരത്തൊന്നും അധികം വെച്ചുകൂടായിരുന്നു? ഒന്ന് നീട്ടി വലിച്ച് നിസ്കരിച്ചു, നിങ്ങൾ എന്തിനാ അത്ര പെട്ടെന്ന് നിസ്കാരം ചോദിച്ചു. പറഞ്ഞു ഞാൻ അങ്ങനെ നിസ്കരിച്ചു നിങ്ങൾ വിചാരിക്കും എനിക്ക് പേടിയെന്ന് വിചാരിക്കും. എനിക്ക് പേടിയൊന്നുമില്ല, എനിക്കൊരു പേടിയില്ല എന്ന് പറയുന്നത് അദ്ദേഹം ആ കാര്യം പറയും. അങ്ങനെ അദ്ദേഹത്തെ കുരിശുമായിട്ട് കെട്ടിയിട്ട് ആണി തറച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പകരം ഇവിടെ മുഹമ്മദ് ആണെങ്കിൽ നിങ്ങൾ എന്ത് കാട്ടും ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മുള്ള് തറക്കുന്ന പോലും ഇല്ല, എനിക്ക് ഇഷ്ടമില്ല. അത് കേട്ടപ്പോ അവരെന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നിന്ന് ചെത്തി വെച്ചു, തോലോട് കൂടി ഇങ്ങനെ ജീവനോട് വെക്കുന്ന മനുഷ്യൻ ചെത്തി വെച്ചു. ആരെ? ഖുബൈബ് റളിയല്ലാഹു അൻഹു. വീണ്ടും ചോദിച്ചു. അവൻ പറഞ്ഞു റസൂലുള്ളാഹിയെ ചിന്തിക്കാൻ പോലും സാധിക്കൂല, അഥവാ നമുക്ക് റസൂലുള്ളാഹിക്ക് മുള്ള് തറക്കുന്ന പോലും എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കൂല. അപ്പൊ അടുത്ത ഭാഗം ചെത്തി. അങ്ങനെ ചെത്തി അദ്ദേഹം കൊല്ലുന്നത്. ഇത് ആര് കാണുന്നുണ്ട്? സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു മൊത്തം കാണുന്നുണ്ട്. അങ്ങനെ സഈദ് റളിയല്ലാഹു അൻഹു ഇത് കണ്ട് തിരിച്ചെല്ലാവരും നാട്ടിലേക്ക് പോയി, എല്ലാവരും വീട്ടിലേക്ക് പോയി. പക്ഷെ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ പോണില്ല. ഇടക്കിടക്ക് എന്ത് ചെയ്യും? ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം അദ്ദേഹം മരണപ്പെടുന്ന അവസ്ഥ മനസ്സിൽ നിന്ന് വരും. ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ കാണുന്നതാണ്, എണീച്ചാലോ അതിന്റെ ചിന്തയിൽ വരാണ്. അവസാനം അദ്ദേഹം പഠിച്ചത് ഇസ്ലാം സ്വീകരിക്കും. ഇസ്ലാം സ്വീകരിച്ച് റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ച് റസൂലുള്ളാഹി മരണപ്പെട്ട് അബൂബക്കർ റളിയല്ലാഹു ഖിലാഫത്ത് വന്നു. അബൂബക്കർ മരണപ്പെട്ട് ഉമർ റളിയല്ലാഹു ഖിലാഫത്ത് വന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന സമയത്ത് അദ്ദേഹം ഭരണത്തിൽ കയറുന്ന സമയത്ത് സഈദ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു പറഞ്ഞു ഓരോ ഉപദേശം കൊടുത്തു. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ ജനങ്ങളെ പേടിച്ചിട്ട് കാര്യം ചെയ്യണം, അള്ളാഹിനെ പേടിച്ച് ചെയ്താൽ മതി, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്താൽ ഒരേ ഉപദേശം കൊടുക്കും. ഇത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ആകെ ബേജാറായി. ഇത് നിന്നെ കൊണ്ട് കഴിയൂലല്ലോ, നിങ്ങൾ ഓരോ കാര്യം വന്ന് പറഞ്ഞു ഞാൻ എങ്ങനെ ഇത് കൊണ്ടെടുക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു ആകെ പേടിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു കാര്യമുണ്ട്, എനിക്കിതൊക്കെ ഓർമ്മിച്ച് എന്നെ ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ നിങ്ങൾ ആവശ്യം നിൽക്കുക, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളും മന്ത്രിസ്ഥാനത്തേക്ക് വരണം പറഞ്ഞു.
ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അത് പറ്റൂല, നിങ്ങൾ എന്റെ ഫിറ്റ്നെ കൊണ്ടുപോകരുത്, കാരണം ഞാൻ ആഹ്റം ആഗ്രഹിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, ഒരിക്കലും എന്റെ വീട്ടിൽ ഭരണം തരരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഉമർ സമ്മതിച്ചില്ല. ഉമർ തന്നു, അത് പറ്റൂല, എന്തായാലും ഭരണം തരുമെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഇത് ഹിംസ എന്ന് പറയുന്ന കൂഫിനടുത്തുള്ള സ്ഥലം ഹിംസ എന്നുള്ളത്, അവിടെ അദ്ദേഹത്തെ ഒരു വാലിയായി ഗവർണർ ആയിക്കൊണ്ടായിരുന്നു നിശ്ചയിച്ചു. ഉമർ നിശ്ചയിച്ചു. അങ്ങനെ ഉമർ നിശ്ചയിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ്, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉമർ കത്ത് എഴുതി. ഉമർ ആ നാട്ടിൽ കത്ത് എഴുതി ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ പാവപ്പെട്ട ആളുകൾ ലിസ്റ്റ് തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവിടുത്തെ ആൾക്കാർ ഓരോ ലിസ്റ്റ് കൊടുത്ത് എത്തുന്നുണ്ട്. ആരെ പേര്? സയ്യിദ് ബിൻ ആമിർ അൽ ജുമഹിയുടെ പേര് എന്തുണ്ട് ആ ലിസ്റ്റിലുണ്ട്. ലിസ്റ്റ് കിട്ടിയപ്പോൾ ഉമർ ചോദിച്ചു, ഇതാരെ ചോദിച്ചു? വ്യക്തിയെ ചോദിച്ചു. ഞങ്ങൾ അമീറാന്ന് പറഞ്ഞു. ആര്? സയ്യിദ് ബിൻ ആമിർ അൽ ജുമഹി, വാലി, നിങ്ങൾ ഗവർണർ ചോദിച്ചു. അത് ഇത്ര ഫഖീറാന്ന് ചോദിച്ചു, ഇത്രയും പാവപ്പെട്ട മനുഷ്യൻ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞത്, അതെ, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് എത്രയോ ദിവസമായിട്ടില്ല പുക പൊന്തിച്ചില്ല, അടുപ്പിന്ന് പുക പൊന്തിച്ചില്ലെന്ന് അവർ പറഞ്ഞു. അപ്പൊ അദ്ദേഹം നേരെ ഇത് ഉമർ റളിയല്ലാഹുവിന്റെ കീഴിൽ 1000 ദിർഹമാക്കിയിട്ട് കൊടുത്തയച്ചു. അങ്ങനെ 1000 ദിർഹം നേരെ സയ്യിദ് ബിൻ ആമിർ വീട്ടിലെത്തിയപ്പോ അദ്ദേഹം ആകെ ബേജാറായി. അദ്ദേഹം പറഞ്ഞത്, പറച്ചോനെ, ഇത് അടുത്ത ഫിറ്റ്നന്റ് ചീത്ത വന്നതാണ്. 1000 ദിർഹം കിട്ടിയപ്പോൾ അദ്ദേഹം പറയണത്, ഇത്ര പൈസക്ക് ഈ പൈസ ആവശ്യമില്ല അദ്ദേഹം പറയാം. അപ്പൊ ഇദ്ദേഹം ഇന്നാലില്ല രാജ്യം ഉറക്കെ പറഞ്ഞപ്പോ ഭാര്യ ഉണ്ടെന്ന് വന്നു. അവര് ചെന്ത് പ്രശ്നം വെച്ചു, ഉമർ മരണപ്പെട്ടു വെച്ചു. അതിനേക്കാളും വലുതാണ് മുസ്ലിങ്ങൾക്ക് നീ പറ്റി വെച്ചു, അതിനേക്കാളും വലുതാണ്. അപ്പൊ എന്താ വെച്ചു? അപ്പൊ ഭാര്യയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, എന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ വന്നു. 1000 ദിർഹം കാണിച്ചു കൊടുത്തു. 1000 ദിർഹം കാണിച്ചു കൊടുത്തു. ഇതെന്ത് ചെയ്യണം, നമുക്ക് സ്വതക്കൈ പറഞ്ഞു, മൊത്തം സ്വതക്കൈ. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കഴിയും, മാസങ്ങൾ കഴിയും. ഉമർ റളിയല്ലാഹു ഹിംസിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ ഹിംസക്ക് എത്തിയിട്ട് ഉമർ നാട്ടുകാർ വെച്ചു, ഇതൊക്കെ വല്ല പരാതിയും സയ്യിദ് ബിൻ ആമിറിനെ കുറിച്ചും ചോദിച്ചു. അപ്പൊ നാട്ടുകാർ, ഞങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു, 4 പരാതി ഉണ്ടെന്നാണ്. എന്തൊക്കെ പരാതി ചോദിച്ചു. അപ്പൊ സയ്യിദ് റളിയല്ലാഹു വിളിച്ചു വരുത്തി, ജനങ്ങളെ പഠിച്ചിട്ടുണ്ട്, ഞങ്ങളോട് കാര്യം ചോദിച്ചു. ജനങ്ങൾ പറഞ്ഞത്, ഒന്നാമത്തെ പരാതി, അദ്ദേഹം ഇടക്കിടക്ക് ബോധം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ ചോദിച്ചു, അവര് പറഞ്ഞു ശരിയാണെന്ന് ചോദിച്ചു. ശരിയാണ്. അപ്പൊ എന്താ കാരണം എന്ന് വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹുബൈബ് ബിൻ ആദിനെ കൊല്ലാൻ കണ്ടിട്ടുണ്ട്, കണ്ണുകൊണ്ട് കണ്ടതാണ്. അന്ന് മുതൽ ഈ ദിവസം വരെ അദ്ദേഹത്തെ കുറിച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യും, ഞാന് ബോധം കിട്ടുമെന്ന് പറഞ്ഞു. അദ്ദേഹം കേട്ട് ഭയങ്കര അത്ഭുതമായി. പറച്ചോനെ, ഇത്രയും ഇഖ്ലാസിന്റെ വ്യക്തിയോ, ഇത്രയും തക്കമുള്ള മനുഷ്യനാണെന്ന് ഉമർ എന്ത് ചെയ്യും, ചിന്തിക്കും. അങ്ങനെ ഉമർ ചോദിക്കും, രണ്ടാമത്തെ പരാതി ചോദിക്കും. ഒരു രണ്ടാമത്തെ പരാതി പറയും. ഒരു പറയും, അദ്ദേഹം എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഉച്ച കഴിയും, അതുവരെ അദ്ദേഹം വീട്ടിലാണ്. അപ്പൊ ചോദിച്ചു, എന്തതിന് കാരണം? പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഞാനെൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ, വീട്ടിൽ അലക്കണം, അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യണം, വീട് വൃത്തിയാക്കൊക്കെ ഞാൻ ചെയ്യണത്, അത് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് പുറത്ത് കയറ്റുന്നതാണ്. ഉമർ വീണ്ടും അത്ഭുതപ്പെടും. ഒരു ഭരണാധികാരി എന്ത് ചെയ്യാണ്, വീട്ടിൽ തന്നെ എടുക്കണം. അപ്പോൾ ഇപ്പം മൂന്നാമത്തെ കാരണം, മൂന്നാമത്തെ പരാതി എന്ത് ചോദിക്കും. നാട്ടുകാർ പറയും, ഇദ്ദേഹം മാസത്തിൽ ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങൂല, വീട്ടിൽ തന്നെ ആയിരിക്കുന്നതാണ്. അവര് പറഞ്ഞ സത്യമാണ് ചോദിക്കും. സായുധ ശരിയാണ്, എന്താ കാരണം ചോദിക്കും. അദ്ദേഹം പറയുന്നത്, എനിക്ക് ആകുള്ളത് ഈ വസ്ത്രം മാത്രമേ ഉള്ളൂ, ഈ വസ്ത്രം ഞാൻ അലക്കുന്നത് ആ ദിവസമാണ്, അന്ന് അലക്കിയിട്ട് അത് തോരയിട്ടത് ഉണങ്ങണം, എന്നിട്ട് എന്ത് ചെയ്യുള്ളൂ, എനിക്കത് ഇടാൻ പറ്റുള്ളൂ, എന്നിട്ട് ഇത് പുറത്ത് കാണാൻ പറ്റില്ല. ഇത് കേട്ട് മുറജുള്ളൂ അവ അത്ഭുതപ്പെട്ട് കണ്ണ് വെള്ളം വന്നിട്ട് 1000 ദിർഹം നേരെ ചെയ്തു വീണ്ടും കൊടുക്കുകയാണ്. ഇത് കിട്ടിയത് വീണ്ടും അതേ ഇന്നാലില്ല, വീണ്ടുതാ എന്റെ ജീവിതത്തിൽ ഫിത്ന വന്നല്ലോ. അദ്ദേഹം ചെയ്യുന്നുണ്ട്, അത് വീണ്ടും സ്വതക്ക ചെയ്യുന്നുണ്ടെന്നാണ്. ഇപ്പൊ പറഞ്ഞു വെച്ചാല് അദ്ദേഹത്തെ കുറിച്ച് ചരിത്രം മൊത്തം പരിശോധിച്ച് കാണുന്നത്, അദ്ദേഹം ദുന്യാവ് വിറ്റുകൊണ്ട് ആഖിറത്തെ വാങ്ങിയ മനുഷ്യനാണ്. ദുന്യാവ് ഒഴിവാക്കിയിട്ട് ആഖിറത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച മനുഷ്യരെ കൊണ്ട് അദ്ദേഹത്തെ എന്റേതാണ്. അപ്പൊ സ്വഹാബത്തിന്റെ ജീവിതം ഒരുപാടുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലേ, അദ്ദേഹം 4-5 വർഷം നിന്നു റസൂലുള്ളാഹിന്റെ കൂടെ താമസിച്ച് 4-5 വർഷം മാത്രമേ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ. ഇങ്ങനെ മുസ്ലിം ആയിട്ട് അദ്ദേഹം മരണപ്പെട്ടു. പിന്നെ ആ 4-5 വർഷത്തിൽ അദ്ദേഹം റസൂൽ ജീവിക്കുന്ന കാലത്ത് നമ്മൾ റസൂലിന്റെ കൂടെ ഇപ്പോഴും അല്ലെ 4000-3000 അനിക്ക് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ആ വ്യക്തി മരിക്കാൻ നടക്കുമ്പോൾ പറയാനുണ്ട്, അസ്സഫർ തൊഴിൽ എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ടെന്നാണ്, പക്ഷെ എന്റെ കയ്യിലുള്ള പാതയങ്ങള്, ആ യാത്രക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ എന്നാണ്, അതിനുള്ള അമലുകൾ കുറവാണ്. ആരെ പറയണത്? ഏറ്റവും ഹദീസ് വെച്ചാൽ നല്ല പണ്ഡിതനായിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പൊ ഇവരൊക്കെ ജീവിതത്തിൽ മാറ്റി വെച്ചിരുന്ന ആഖിറത്തിന് വേണ്ടിയതാണ്.
അപ്പൊ നമുക്കുള്ള പാഠം വെച്ചാൽ ജീവിതത്തിൽ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ആഖിറത്തിന് വേണ്ടി മാറ്റങ്ങൾ നമുക്ക് സാധിക്കണം. ഏത് രംഗത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, ഏത് ദുനിയാവിന്റെ ഏത് കോളിലാണെങ്കിൽ നമ്മുടെ മനസ്സിലാണ് നമ്മൾ ജീവിക്കുന്ന ആഖിറത്തിന് വേണ്ടിയാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അത് പടച്ചവന് വേണ്ടിയാണ് എന്നൊരു ചിന്ത ഉണ്ടാകണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം എന്നുള്ളത്. അപ്പൊ ഇതാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു കൊതുകിനെ കൊണ്ട് പോലും ഉപമിക്കുന്നില്ല, യാതൊരു ലജ്ജയുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമ നമുക്ക് ഓരോ കാര്യം പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിനെന്തുണ്ട്? പ്രത്യേകം ഹിക്മത്ത് അല്ലാഹുണ്ട്. അല്ലാഹു പ്രത്യേകം ഹിക്മത്ത് ഉണ്ട്. ആ ഹിക്മത്ത് നമുക്ക് അറിയുന്നുണ്ടോ? ഇല്ല. ചില നമുക്ക് അറിയാം, അറിയാതിരിക്കാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഉപമ പഠിപ്പിച്ചു തരുന്നത്? കൂടുതൽ വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ്. ഓരോ കാര്യം ചിന്തിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഉപമ നമുക്ക് മുമ്പിൽ വെച്ചുതരും. എന്നാൽ ചില സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുണ്ടാവും, ഒരു കാര്യം പറയും, നമുക്കതിന്റെ ഹിക്മത്ത് പോലും അറിയണ്ടാവില്ല. ജസ്റ്റ് ഉദാഹരണം പറയാം, 5 ടൈം ഹിക്മത്ത് നമുക്കറിയാം, നമുക്കാർക്കും അറിയാം എന്താ ഹിക്മത്ത് എന്നുള്ളത്. ദുന്യാവ് ഏറ്റുകൊണ്ട് നമ്മൾ ശാരീരിക കുറെ നേട്ടങ്ങൾ ഉണ്ട് തന്നെ പറഞ്ഞത്. എന്താ ഇതിന്റെ ഹിക്മത്ത് വെച്ചാല് പറയാൻ കഴിയില്ല. നേരെ മറിച്ച് നമ്മൾ അവിടെ കാണുന്നത് സിയാറത്തുൽ ഖുബൂർ, ഖബർ സന്ദർശനത്തിന്റെ ഹിക്മത്ത് എന്താ? ഫഇന്നഹ തുദക്കിറുൽ ആഖിറ. അപ്പൊ ചില ഹിക്മത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ടാവും, ചില ഹിക്മത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്ന് വിഷയം, അല്ലാഹ് പറഞ്ഞ വിഷയം പറഞ്ഞോ, പിന്നെന്തില്ല, ചിന്തല്ല. പിന്നെ അതിന്റെ ഹിക്മത്ത് എന്താ, അതിന്റെ കാരണം എന്താ, അതങ്ങനെ പറയാനുള്ള കാരണം അങ്ങനെയല്ല. എന്തിനാ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞില്ല, ഇല്ല. മുഅ്മിനീങ്ങൾ അങ്ങനെ അല്ലാഹ് പറഞ്ഞോ റസൂല് പറഞ്ഞോ പിന്നെ അങ്ങോട്ടൊന്നുമില്ല, ചിന്തയില്ല, സംശയമില്ല, എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ ഇല്ലല്ലോ, അതിപ്പോ അള്ളാഹ് ഇങ്ങനെ പറയാൻ കാരണം ഒന്നും ചോദ്യമില്ല. അല്ലാഹ് പറഞ്ഞോ അള്ളാഹ് അനുസരിക്കണം, റസൂൽ അനുസരിക്കണം. അല്ലേ? ഒരുപാട് ആയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അത് എന്തൊക്കെ അല്ലാഹ് പറഞ്ഞു, എന്തൊക്കെ റസൂൽ പറഞ്ഞു, അത് പിന്നെ രണ്ടാമത് ചിന്തയില്ലാതെ അംഗീകരിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, യഥാർത്ഥ വിശ്വാസികളുള്ളൂ. അപ്പോഴൊരു മുഅ്മിൻ എന്ന കാറ്റഗറി കിട്ടുള്ളൂ. നമ്മൾ മുഅ്മിനാവൻ എന്താണ്, റസൂൽ എന്ത് പറഞ്ഞോ, അല്ലാഹ് എന്ത് പറഞ്ഞോ അത് അപ്പടി ചെയ്യണം, അനുസരിക്കാൻ ചെയ്യണം, നമുക്ക് സാധിക്കണം എന്നാണ്. എന്നാല് ചില സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണം ഹിക്മത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും പണ്ഡിതന്മാരെന്ത് ചെയ്യും, കാരണങ്ങൾ പഠിച്ച് കണ്ടെത്തും. അത് നമുക്ക് കാണാം. മൊത്തത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്ത് പറയാതെ നമുക്ക് ഹിക്മത്ത് വരാൻ പാടില്ലെന്നുണ്ടോ? അങ്ങനെയല്ല. ഉദാഹരണത്തിന് പറഞ്ഞാല് ഇപ്പൊ എന്തിനാണ് ഹിക്മത്ത് അല്ലെങ്കിൽ എന്തിനാണ് ഇല്ലത്ത് എന്ന് പറയുന്നത്? അതായത് ഒരു കാര്യത്തിന്റെ ഇല്ലത്ത് മനസ്സിലാക്കാൻ പറയും, ഒരു കാര്യത്തിന്റെ കാരണം മനസ്സിലാക്കാൻ പറയും. ഉദാഹരണത്തിന് പറഞ്ഞാല് കള്ള്, അല്ലേ? കള്ളെന്താണ്? ഹറാമാണ്. കാരണം എന്താ? അത് മത്തുണ്ടാക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് പറയും, അതിലേക്ക് കുറെ സാധനം ഖിയാസാക്കും. ഖിയാസാണെങ്കിൽ ഇതിലേക്ക് എന്ത് ചെയ്യും, ചോത്ത് നമ്മൾ പറയും. ഉദാഹരണത്തിന് നമ്മൾ പറയുന്നത് കള്ളിനെ പോലുള്ള കാരണത്തിലുള്ള ചോത്ത് എന്ത് ചെയ്യും, പറ്റൂല എന്ന് പറയും. ഇപ്പൊ MDMA പറ്റൂല എന്ന് പറയും. കാരണം എന്താ? മത്തുണ്ടാക്കുന്നു. അപ്പൊ മത്തുണ്ടാക്കാൻ നമ്മൾ ഹറാമെന്ന് പറഞ്ഞു. അപ്പൊ ഖിയാസ് എന്നതാണ് ഇസ്ലാമിൽ. ഖിയാസ്, അതെ, ഇസ്ലാമിൽ 4 അടിസ്ഥാനമുള്ള, ഒന്ന് ഖുർആനാണ്, സുന്നത്താണ്, ഇജ്മാഅ്, ഖിയാസാണ്. ഖുർആനും സുന്നത്തും ഒക്കെ അറിയാം. ഇജ്മാ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തെ പണ്ഡിതന്മാര് മൊത്തം ഏകോപിച്ച അഭിപ്രായം. ഖിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിശുദ്ധ ഖുർആനിലോ സുന്നത്തിലോ ഇജ്മായിലോ ഒന്നും ഇല്ലാത്തൊരു കാര്യക്കാരൻ, പക്ഷെ ഒരു അസ്ലം ഉണ്ടാവും, അവിടെ ഉണ്ടാവും, ഒരു അടിസ്ഥാനം അവിടെ ഉണ്ടാവും. അപ്പൊ കള്ള് ഹറാമെന്ന് ഇവിടെ ഉണ്ട്, സുന്നത്തിലുണ്ട്, ഖുർആനിലുണ്ട്, അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ കള്ളിനെ പോലെ സാധനം പണ്ട് MDM, അത് ഹറാമ റസൂൽ പഠിപ്പിച്ചിരുന്നോ? ഇല്ല. പിന്നെ അവിടെ കിട്ടി ആണ് ഖിയാസ്. ഇതിക്ക് ഖിയാസാന്ന് പറയും. അപ്പൊ ഖിയാസ് എന്ന സംഭവമാണ്. അപ്പൊ ഖിയാസ് മനസ്സിലാകണമെങ്കിൽ, ഖിയാസ് എടുക്കണമെങ്കിൽ നമുക്ക് ഇല്ലത്ത് അറിയാവുന്നതാണ്. ഇല്ലത്താല് കാരണം അറിയാവുന്നതാണ്. അതെ അതെ, അതുപോലെ തന്നെ ലോട്ടറിക്ക് നമ്മൾ ഖിയാസ് എടുക്കുന്ന പോലെ തന്നെ. അപ്പൊ ഖിയാസ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്ന വെച്ചാല് ഖിയാസ് നടക്കുമ്പോൾ എതിർക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇത് ലോകത്തുണ്ട്. ഓരോ ഖുർആൻ സ്ഥലത്ത് മാത്രം അതിനപ്പുറത്ത് ഒന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെ കൂട്ടത്തിൽ തന്നെ നമ്മളറിയാതെ കുറെ ആൾക്കാർ, മുജാഹിദ് എന്ന പറയുന്ന ആൾക്കാരുണ്ട്. ഈ മനസ്സിൽ കുറച്ച് വിശ്വസിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എന്തായിക്കോട്ടെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖിയാസ് ഉണ്ട്, അത് ഇല്ലത്തറിഞ്ഞ, ഇല്ലത്തറിഞ്ഞ ഞാൻ പറയല്ലോ, കാരണം അറിയണം.
അപ്പൊ കള്ള് എന്തുകൊണ്ട് ഹറാമായി? ഇത് ശുക്രാനുണ്ട്, മത്ത് പിടിപ്പിക്കുന്ന. അപ്പൊ അത് കാരണം അറിയാൻ എന്തുള്ളൂ, നമുക്ക് മറ്റൊരു ഹുക്കം കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പൊ ചിലത് കാരണം അള്ള വെച്ചിട്ടുണ്ടാവും, അള്ള വെക്കാത്തുണ്ടാവും. അതിന് പണ്ഡിതന്മാർ എന്ത് ചെയ്യും? അവർ കുറെ പഠിച്ച്, കുറെ വായിച്ച്, കുറെ കിതാബുകൾ വായിച്ച്, ഖുർആന്റെ ആയത്തുകൾ പഠിച്ച്, ഹദീസുകൾ പഠിച്ച് എന്ത് ചെയ്യും? ഒരു കാരണം കിട്ടും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു വിഷയത്തിൽ ആയത്തുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ആയത്തും നമ്മൾ പഠിച്ചാൽ എന്ത് ചെയ്യും? നമുക്ക് ഇത് കിട്ടും. അറബി ഭാഷയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാനുള്ളത്, അറബി ഭാഷയില് ഇസ്മ, ഫിഇല്, ഹർഫ് ഉണ്ട്. ഇസ്മ പറഞ്ഞാൽ നാമങ്ങളുണ്ട്, ഫിഇൽ എന്ന് പറഞ്ഞാല് ക്രിയകളുണ്ട്, ഹർഫ് എന്ന് പറഞ്ഞാല് കുറെ അക്ഷരങ്ങൾ. ഇപ്പൊ മിൻ ഇല എന്ന് കേട്ടിട്ടില്ലേ? മിൻ ഇല ഒക്കെ ഹർഫുകളാണ്. അപ്പൊ ഇത് മൂന്നൊന്നും കിട്ടിയത് അള്ള പഠിപ്പിച്ചോ? റസൂൽ പഠിപ്പിച്ചോ? ഇല്ല. അതെങ്ങനെ കിട്ടിയ നമ്മൾ എന്താ പറയും? അത് ഖുർആനും ഹദീസും പഠിച്ചപ്പോൾ ചെയ്തു, കൂടുതൽ വായിച്ചപ്പം പഠിച്ചപ്പോൾ അത് മൊത്തം പരിശോധിച്ചപ്പോൾ ഇത് മൂന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും. എന്ന പോലെ ഖുർആനും ഹദീസും ആയത്തിൽ പഠിക്കുമ്പോൾ, ഹദീസുകൾ ആയത്തിൽ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും? കുറച്ച് കാര്യങ്ങൾ തിരിയും. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യാം? ചിലത് നമ്മൾ ഇല്ലത്ത് പറയാം, കാരണം പറയാം എന്ന് നമ്മൾ മനസ്സിലാവും. മൊത്തമായിട്ട് അള്ള ഹിക്മത്ത് പറഞ്ഞ പിന്നെ നമുക്ക് ഹിക്മത്ത് പറയണ്ട, ഇല്ലത്ത് പറയാൻ തള്ളാൻ നമ്മൾ വേണ്ട, പോകേണ്ടതില്ല എന്നർത്ഥം. അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചാല് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെന്ന് പറഞ്ഞോ, റസൂൽ എന്ത് പറഞ്ഞോ, അത് നേരെ അംഗീകരിക്കാണ് യഥാർത്ഥ വിശ്വാസിയുടെ ക്വാളിറ്റി. വിശ്വാസി ആവുമ്പോഴാണ് നേരെ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് എന്നതാണ് എന്തെന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുക. കാഫിയങ്ങളോ അത് എന്ത് വേണം നോക്കുന്നില്ല, നമ്മളെ ബുദ്ധിക്ക് യോജിച്ചോ അല്ലെങ്കിൽ നമുക്ക് യോജിക്കുന്നുണ്ടോ അത് മാത്രം ടീമാര് കാഫിയങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ അല്ല പ്രയോഗിച്ച പറയുന്നത് ഫമാ ഫൗഖഹ എന്നല്ലേ, മിൻ ബഅൂദ് ഫമാ ഫൗഖഹ. രണ്ട് വിവക്ഷകളുണ്ട്. ഒന്നാമത്തെ വെച്ചാല് ഫമാ ഫൗഖഹ എന്നാല് ഈ കൊതുകാണ്, കൊതുകിനേക്കാളും ചെറുത് കൊണ്ട് എന്ത് ചെയ്യും? അള്ളാഹ് ഉപയോഗിക്കും. അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദിക്കാണ്. നിങ്ങൾ ഇത്രയും അങ്കബൂത്തിന്റെയും ദുബാബിന്റെയും ഉദാഹരണം അള്ളാഹ് പറഞ്ഞതിന് നിന്ദിച്ചല്ലോ. അള്ളാഹ്ക്ക് അതിനെന്തില്ല, ലജ്ജൊന്നുമില്ല. ഇതിനേക്കാളും ചെറുതാണ് എന്ത് ചെയ്യും? അള്ളാഹ് എന്ത് ചെയ്യും? ഉപമിക്കും. നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങളെ മൈൻഡാക്കേണ്ട ആവശ്യം അല്ല, എന്ത് ചെയ്യാം? നിന്ദിച്ച് പറയാം. ഒന്ന്. രണ്ടാമത്തെ വെച്ചാൽ ഫമാ ഫൗഖഹ, അതിനേക്കാൾ മുകളിൽ നിന്നാണ്. അതായത് കൊതുകിനേക്കാൾ മുകളിലുള്ള വലിയ സാധനങ്ങളുള്ളത് കൊണ്ട് എന്ത് ചെയ്യും? അള്ളാഹു ഉപമിക്കുന്നതാണ്. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ കുറിച്ച് പറയുന്നുണ്ട്, ലൗ അന്ന ദുനിയ തസിനു ഇൻദല്ലാഹി ജനാഹ ബഅൂദത്തിൻ മാ സഖാ കാഫിറൻ മിൻഹാ ശർബത മാഇൻ. അള്ളാഹുവിന്റെ അടുക്കൽ ദുനിയാവ് എന്നുള്ളത് ഒരു ഈച്ചയുടെ കൊതുകിന്റെ ചിറകിന്റെ അത്ര തൂക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അള്ളാഹ് എന്ത് ചെയ്യില്ല, കാഫിര്യങ്ങൾക്ക് ഒരു ഉച്ചു വെള്ളം പോലും ചെയ്യില്ല, കൊടുക്കൂല എന്നാണ്. ഒരു തുള്ളി വെള്ളം അത് കൊടുക്കൂല എന്നാണ്. കാഫിര്യങ്ങൾക്ക് അകത്ത് എന്തില്ല, ഇവിടെ ഉള്ള കാര്യങ്ങൾ കൊടുക്കൂല. അങ്ങനെയാണെങ്കിൽ ദുന്യാവിന് അള്ളാഹു സുബ്ഹാനഹു പ്രാധാന്യമാണ്. അള്ളാഹു തീരെ പരിഗണിക്കാത്തത് ദുന്യാവ്. ഈച്ചന്റെ എന്തുപോലും ഇല്ല, ചിറകിന് എത്ര പാടാണ്, അതിനേക്കാളും താഴത്താണ് എന്ത്? ദുന്യാവ് എന്നാണ്. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഈച്ചന്റെ ചിറകിനെ പറഞ്ഞത് കാരണം ഉപമിച്ചെന്തിനാ? ഏറ്റവും മോശമാണ് അറിയിക്കാനല്ലേ, അല്ലെങ്കിൽ ഏറ്റവും നീചമാണ് അറിയിക്കാൻ, അല്ലെങ്കിൽ ഏറ്റവും ചെറുതായിരിക്കാനല്ലേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫമാ ഫൗഖഹ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്ദിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇത് പണ്ഡിതന്മാർ പറയാൻ സാധിക്കും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ വലുത് ഫമാ ഫൗഖഹ, അതിനേക്കാൾ മുകളിലുള്ളതെന്നും അർത്ഥം ഇതിനുണ്ട് എന്നാണ്. അപ്പൊ ഇതാണ് ഈ ഒരു ആയത്ത് ഫമാ ഫൗഖഹ എന്ന് പറയുന്നത് നമ്മെ പഠിപ്പിക്കുന്ന വല്ലാത്തൊരു കാര്യങ്ങളുള്ളത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്മല്ലദീന കഫറു ഫയഖൂലൂന മാദാ അറാദല്ലാഹു ബിഹാദാ മസല. ഇത് വല്ല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ മുദ്ദസ്സിറുള്ള പറയുന്നുണ്ട് ഇതേ സെയിം കാര്യം. ഈ വിഷയത്തിന്റെ വേറെ വിഷയത്തിലുള്ള പഠിപ്പിക്കുന്നത് എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചതിനെ നിഷേധിക്കുന്ന ആളുകളാണ് ആര്? കാഫിര്യങ്ങൾ. അല്ലാഹു പറയുന്നത് വലിയ യഖൂലദീന ഫീ ഖുലൂബിഹിം മറദുൻ വൽ കാഫിറൂന മാദാ അറാദല്ലാഹു ബിഹാദാ മസല. കൽബിൽ മറതുള്ള ആളുകൾ അല്ലെങ്കിൽ കാഫിര്യങ്ങളായ ആളുകൾ എന്ത് ചെയ്യും? അള്ളാഹ് വെച്ച ഉപമയും ചെയ്യില്ല, അംഗീകരിക്കൂല. അത് നീന്ത അള്ളാഹ് വെച്ച ഉപമ എന്താണ് അവർക്ക് തിരിയൂല, അവരതിനെ കളിയാക്കുന്നുള്ള പഠിപ്പിക്കാണ്. തൊട്ട് ശേഷം പഠിപ്പിക്കുന്നത് ഒരൊറ്റ കാരണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് ഹിദായത്ത് നൽകി, ചില ആളുകളെ വലായത്തിലാക്കി. ഇവിടെ ഹിദായത്തിലെ ആളുകൾ മുഅ്മിനീങ്ങളാണ്, വലായത്തിലെ ആളുകൾ മുനാഫിഖീങ്ങളാണ്. അല്ലാഹു പഠിപ്പിക്കും എന്തുകൊണ്ട് അള്ളാഹു വലായത്തിലാക്കി? അവർ ഫാസിഖീങ്ങളായതുകൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് അതാണ്.
എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ കീറെടുത്തി, ഒരാൾ കള്ളുടിക്കുന്നത് കാരണം അള്ള കീറെടുത്തോണ്ടല്ല. ഫലമ്മാ സാഗു അസാഖല്ലാഹു ഖുലൂബഹും, സ്വന്തം കേറുന്നപ്പോ അള്ളവരെ കേറെടുത്തി. അതെ, ഫാസിഖ്യങ്ങൾ പറയുമ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറന്ന് ജീവിക്കുന്ന ആളുകൾക്ക് ഫാസിഖ് പലതരത്തിലുണ്ട്. ചില തെറ്റിന് ഫാസിഖായ ആൾക്കാരുണ്ട്, നിഫാഖിലൂടെ ഫാസിഖായ ആൾക്കാരുണ്ട്, കുഫ്റിലൂടെ ഫാസിഖായ ആൾക്കാരുണ്ട്. ഇവിടുത്തെ ആയത്ത് ഉദ്ദേശിക്കുന്നത് കുഫ്റിലുള്ള ഫാസിഖായ ആൾക്കാരാണ്. അപ്പം ഫാസിഖിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫാസിഖ് ആയതിന്റെ പേരിൽ അള്ളാഹ് അവരെ കേടുവരുത്തി തെറ്റിപ്പിച്ചതെന്നാണ്. ഫലമ്മാ സാഖു അസാഖല്ലാഹു ഖുലൂബഹും, അള്ള തെറ്റിച്ചുകൊണ്ട് തെറ്റിയതല്ല. കാരണം വെച്ചാല് അള്ളാഹു സുബ്ഹാനഹു ഒരു മനുഷ്യന് എന്തോ ഇഖ്തിയാർ ആക്കിയിട്ടുണ്ട്. ഇഖ്തിയാർ പറഞ്ഞാല് എനിക്കെന്തുണ്ട്, എന്റെ കൈ അനക്കാനുള്ള പവറുണ്ട്, മക്കളോ എനിക്ക് എണീക്കാനുള്ള പവറുണ്ട്, ഇരിക്കാനുള്ളതുണ്ട്, എനിക്കതിനുണ്ട് കഴിവുണ്ട്, ആ കഴിവ് വന്നിട്ടുണ്ട് അല്ലെ. ഒരാൾക്ക് സംസാരിക്കാൻ കൊടുത്തിട്ടുണ്ട്, എനിക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്, സംസാരിക്കാതെ അതിന്റെ ഇഖ്തിയാർ എന്റെ സ്വതന്ത്രത്തിൽപ്പെട്ട കാര്യമാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു നൽകിയൊരു കാര്യമാണ് അല്ലെ. ഒരാൾക്ക് വിശ്വസിക്കാം, കാഫിറാകാം, ഒരാൾക്ക് സ്വർഗത്തിന് വേണ്ടി ജീവിക്കാം, നരകത്തിന് ജീവിക്കാം, പൂർണ്ണ സ്വതന്ത്രം നൽകിയിട്ടുണ്ട്. അപ്പൊ അതൊരു മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു ഇഖ്തിയാർ നൽകിയിട്ടുണ്ട്. എന്നിട്ടും ആ ഇഖ്തിയാർ ഉണ്ടായിട്ടും അവൻ കുഫ്ർ ചെയ്തു. ആ കുഫ്ർ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ബലായത്തിലാക്കി. എന്തുകൊണ്ടല്ല, അള്ളു ബലായത്താക്കിയോളം ബലായത്തിലാക്കിയതല്ല. ഇങ്ങനെ പ്രത്യേകം പറയാൻ കാരണം എന്താ അറിയാം? പ്രത്യേകം പറയാൻ കാരണം വെച്ചാല് ഇസ്ലാമിക ലോകത്ത് ഉണ്ടായിട്ടില്ല രണ്ട് ടീമാണ്, ഖദരിയാക്കളും ജബരിയാക്കളും. ഖദരിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ അള്ളാഹിന്റെ ഖദറിനെ പൂർണ്ണ നിഷേധിച്ചു. അള്ളാഹ് ഖദറില്ല. അവർ പറയാൻ എന്താ അറിയോ? ഞാൻ ഇപ്പൊ കൈയടക്കിയല്ലോ, ഇതെപ്പോഴാണ് കൈയടക്കിയോ? ഈ കൈയടക്കിയ ശേഷം അള്ളാഹ് അറിഞ്ഞത്. ഞാൻ കൈയടക്കുന്നുള്ളത് അള്ളാഹ് നേരത്തെ അറിയില്ലായിരുന്നു. നേരത്തെ എപ്പോഴാണ് അറിഞ്ഞത്? ഞാൻ ഈ ക്ലാസ് എടുക്കാൻ അള്ളാഹ് അറിയില്ലായിരുന്നു. എപ്പോഴാണ് അറിഞ്ഞത്? ക്ലാസ് തുടങ്ങിയപ്പോ. എന്നാൽ ആരെ വാദം? ഖദരിയാക്ക വാദം. ഖദറിന് നിഷേധിക്കും. അള്ളാഹ് ഖദറില്ല എന്ന് അവർ നിഷേധിക്കും. എന്നാൽ രണ്ടാമത് ജബരിയാക്കളുണ്ട്. ജബരിയാക്കൾ പറഞ്ഞാല് എല്ലാം അള്ളാന്റെ ഖദറും, എന്തില്ല, ഇഖ്തിയാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കിവിടെ ക്ലാസ് എടുക്കാനുള്ള അധികാരമുണ്ട്, എടുക്കാതിരിക്കാൻ അധികാരമുണ്ട്, വിശ്വസിക്കാൻ അധികാരമുണ്ട്, നിഷേധിക്കാൻ അധികാരമുണ്ട്. അപ്പോ ഇത് ഇഖ്തിയാറാണ്. ഇതില്ലെന്ന് ആര് പറയും? ജബരിയാക്കൾ. ജബരിയാക്കൾ എന്ന് വെച്ചാല് ഒരു കടയില് ഒരു പലകട്ട്, ആ പലകന്റെ അവസ്ഥ എന്താ, അല്ലെങ്കിൽ മരത്തലിന്റെ അവസ്ഥ എന്താ? അത് അങ്ങോട്ട് പോകാൻ പറ്റോ? സ്വന്തത്തിൽ പോകാൻ പറ്റോ? ഇല്ല. അതിങ്ങനെ വെള്ളം കൊട്ടാൻ പോകുന്ന അങ്ങോട്ട് പോകും. ഇല്ല, അങ്ങനെയല്ല. പഴയ സാധനം ഒഴിച്ചോ അങ്ങോട്ട് പോകും. അപ്പൊ ഇതുപോലെയാണ് മനുഷ്യന്മാര് പറഞ്ഞു, ജബരിയാക്കൾ പറഞ്ഞു. ഖദരിയാക്കൾ ഖദർ നിശ്ചയിച്ചു. എന്നാൽ അഹ്ലുസുന്നയുടെ പാഠം എന്താ? അള്ളാഹ് ഖദറുണ്ടോ? ഖദറുണ്ട്. മനുഷ്യ ഇഖ്തിയാറുണ്ടോ? ഇഖ്തിയാറുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം അള്ളാഹ് അറിയില്ല, അള്ളാഹ് അറിയാം. നമ്മൾ നരകത്തുന്ന ആൾക്കാർ അള്ളാഹ് അറിയാം, സ്വർഗത്തിനാണ് അള്ളാഹ് അറിയാം. പിന്നെ എന്തിനാ അള്ളാഹ് അങ്ങോട്ട് നമ്മളെ പറഞ്ഞു വെച്ചത്? അത് ഹുജ്ജത്താണ്. ഹുജ്ജത്താല് നാളെ പരലോകത്തിൽ കഴിഞ്ഞാൽ പറയരുത് എന്ത്, എനിക്ക് ജീവിക്കാൻ അവസ്ഥ നൽകിയില്ലെന്ന് പറയുന്നതാണ്. ഉദാഹരണത്തിന് പറഞ്ഞൊരു ടീച്ചർ, ആ ടീച്ചർ ഒരു കൊല്ലം ചെയ്തു ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചു. സ്വാഭാവികമായിട്ട് ടീച്ചർക്ക് എന്താ അറിയും? ഓരോ കുട്ടിനെ എന്ത് ചെയ്യും, കുട്ടിനെ കുറിച്ച് ഓരോ പൂർണ്ണ ചാനലുകൾ ഇല്ലേ, ആ കുട്ടി എത്ര പഠിക്കും, എത്ര മാർക്ക് കാണാൻ കഴിയും, എത്ര കപ്പാസിറ്റി പൂർണ്ണം കിട്ടൂലേ. എന്നിട്ട് ആ ടീച്ചർ എന്ത് ചെയ്യണം, ആ കൊല്ലം അവസാനം എക്സാം നടത്തുന്നുണ്ടാവും. പാരന്റ്സ് എന്ത് ചെയ്യും? പ്രശ്നമാക്കൂലേ, കുട്ടികളെ പ്രശ്നമാക്കൂലേ. നേരെ മറിച്ച് ടീച്ചർ എക്സാം നടത്തി എന്നിട്ട് മാർക്ക് ലിസ്റ്റ് പ്രശ്നമില്ലല്ലോ, മാർക്ക് ലിസ്റ്റ് കൊടുത്തതിന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു എന്ത് നമ്മളോട് പറഞ്ഞേച്ചു, ജീവിക്കാൻ അവസ്ഥ നൽകി, വിശ്വസിക്കാനും കാഫറാകാനും പൂർണ്ണ അവസ്ഥ നൽകി. പിന്നെ നാളെ പരലോകത്തിൽ എന്ത് പറ്റൂല, എനിക്ക് സമയം തന്നിട്ടില്ല, എനിക്ക് അവസ്ഥ നൽകിയിട്ടില്ല, എന്നെ പഠിപ്പിച്ചിട്ട് പറയാൻ യാതൊരു വകുപ്പില്ല എന്നറിയിക്കാൻ അള്ളാഹു സുബ്ഹാനഹു ഒരു അനുഗ്രഹം എന്ത്, ജീവിക്കാനുള്ള അനുഗ്രഹം എന്നാണ്. അതെ, ആരാണോ അതിനോടുള്ള അറയ്ക്കുന്നതാണ്. നമുക്ക് പ്രധാനപ്പെട്ട മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട മസാലയാണ് എന്ത്, ഖദരിയത്തുണ്ട്, ജബരിയത്തുണ്ട്. ഖദരിയത്ത് വരുന്ന കാലഘട്ടപ്പെടാമല്ലോ, സഹാബത്തിന്റെ കാലത്ത് ഖദരിയത്ത് വരുന്നത്. സഹാബത്തിന്റെ കാലത്ത് ഖദരിയാക്കൾ വന്നിട്ട് ആ ഖദർ നിശ്ചയിച്ചപ്പോ രണ്ട് ആളുകൾ, പേര് ഓർമ്മയില്ല, രണ്ട് താബിഈ പണ്ഡിതന്മാര് ഇബ്നു ഉമറിന്റെ അടുത്ത് പോകുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോയിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ കാലത്ത് നിങ്ങളുടെ കാര്യം പറയാൻ ആൾക്കാർ. അപ്പൊ എന്താ പറയുക, അവരോട് പറ, ഞാനും റസൂലുള്ളാഹിയും ഈ ഉമ്മത്തെന്നാണ്, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് വിട്ടു നിന്നിട്ട് ഞങ്ങൾ യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞാളാ. നിങ്ങൾ പറയണ്ട്, അവര് ഒരു മല പോലും
സ്വർണം അവര് സ്വതക്ക നൽകാൻ ചെയ്യില്ല, അവര് ഖദറിൽ വിശ്വസിക്കുന്നവരെ മുഅ്മിനാകൂല ആര് പഠിപ്പിക്കുന്നുണ്ട്? ഇത് നമ്മളത് പഠിപ്പിക്കുന്നതാണ്. അപ്പൊ ഖദർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. ഖദറിൽ വിശ്വസിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ അയച്ചു, എന്നിട്ട് റസൂൽ വന്നു. റസൂൽ എന്തെല്ലാം ചോദിച്ചു? മൽ ഈമാൻ. റസൂൽ പറഞ്ഞു അൻ തുഅ്മിന ബില്ലാഹി വമലായികതി വകുതുബി വറുസുലി വൽയൗമിൽ ആഖിർ വതുഅ്മിന ബിൽ ഖദരി ഖൈരി വശർ. അത് പ്രധാന വിഷയമാണ്. നമ്മുടെ ജീവിതം ആലോചിച്ച്, നമ്മുടെ ജീവിതത്തിൽ മുഅ്മിൻ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്വാസം എന്ന് വെച്ചാൽ എന്ത് പ്രശ്നം, എന്തേ പ്രയാസം ഉണ്ടായി, പ്രയാസമായി കാണേണ്ട ആവശ്യമുണ്ടോ? അതന്നെ ഇവർ പറഞ്ഞാൽ തന്നെ നമ്മൾ പറഞ്ഞത് സെയിം കാര്യം, ഇഖ്തിയാർ നൽകിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല, അവിടെ പറ്റി നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് യാതൊരു വകുപ്പില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു പഠിപ്പിക്കുന്നു. അപ്പൊ ഖദറിൽ വിശ്വസിക്കണം എന്ന് മാത്രം. അപ്പൊ നമുക്ക് ഇഖ്തിയാർ ഉണ്ട്, നമുക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, വിശ്വസിക്കുക. പക്ഷെ അത് നമ്മളെ ഇഷ്ടത്തിന് ചെയ്യുക. പക്ഷെ നാളെ വല്ലതും എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുമെന്ന് ഈ ആയത്തിൽ നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഫാസിഖീൻ ആയത്തെന്നാണ്. അവര് ഫാസിഖാവാൻ കാരണം എന്താണ്? അല്ലെ അവര് കേറിടാൻ കാരണം അവര് ആയത്തന്നെ കേറുന്നുണ്ടെന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. അപ്പോ അതുപോലെ ഖദറിൽ നിശ്ചയിച്ച ആളുകൾ ഒരുപാട് ആളുകൾ മുമ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഖദറിന്റെ വിശ്വാസമാണ്. അപ്പൊ ഖദറിൽ വിശ്വസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ അയച്ചു നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആശ്വാസം നൽകുന്ന വിഷയമാണ് ഖദറിൽ വിശ്വാസമുണ്ട്. നമുക്ക് എന്ത് പ്രയാസം, നമുക്ക് എന്ത് ചിന്തിച്ചാൽ മതി, അല്ലാഹ് കണക്കാക്കിയതാണ് അല്ലേ? വേറെ ആർക്കും കിട്ടുക അതോടെ പ്രശ്നം കഴിഞ്ഞല്ലോ. അല്ലാഹ് നേരത്തെ കണക്കാക്കിയാണ്. അൽഹംദുലില്ലാഹ് ഖൈർ. അതാണ് ഈ യാക്കൂബ് നബി ചരിത്രം വായിച്ചാലോ, അയ്യൂബ് നബി ചരിത്രം വായിച്ചാലോ, യാക്കൂബ് നബി ചരിത്രം വായിച്ചെടുക്കുന്നതാണ്. അവരൊക്കെ ആ ഒരു വിശ്വാസമാണ് ഇത് പിടിച്ചുന്നത്. ഇല്ല, അയ്യൂബ് നബിയുടെ ജീവിതത്തിൽ ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, എല്ലാ ഹൈറുണ്ടായിരുന്നു. പക്ഷെ ഒരൊറ്റ രോഗം വന്നു, നാട്ടുകാർ ഒഴിവാക്കി, മക്കളെ ഒഴിവാക്കി, സമ്പത്തില്ലാണ്ടായി, എല്ലാ നിലക്കും പ്രയാസപ്പെട്ടു. അദ്ദേഹത്തിന് ആ ഖദറിലെ വിശ്വാസം മാത്രമാണ് ഇത് സമ്മതി പിടിച്ചതില്. യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് നഷ്ടപ്പെട്ടു, അടുത്ത മകൻ നഷ്ടപ്പെട്ടു, ഇല്ലേ, പിന്നാലെ നഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹം അല്ലാഹ് കണക്കാക്കി വിശ്വസിച്ചു. എത്ര പ്രയാസം, സോദാൻ ചെയ്തിട്ട് പ്രയാസം വന്നു, ഇല്ലേ, സ്വഹാബത്ത് ചെയ്തിട്ട് പ്രയാസം വന്നു. ഒരാളില്ല, അല്ലോ അത് ആകെ പ്രയാസം, എല്ലാ കുടുംബങ്ങളില്ല. അപ്പൊ ഖദറിലെ വിശ്വാസത്തിന്റെ ഒരു പവർ നമ്മൾ കറക്റ്റ് തിരിച്ചറിഞ്ഞ് നമുക്ക് എവിടെ നിന്നില്ല ഒരു ടെൻഷന്റെ ഒരു പ്രയാസം പിന്നെ ആ ഒരു കാലം പോയി, നമ്മൾ വിലപ്പെട്ട കട്ടുപോയി. അതിന്റെ ഹൈറുള്ള ബാക്കില് കണ്ടിട്ടുണ്ടാകും. ഏതൊരു കാലമാണെങ്കിലും അതിന് പിന്നീട് ഹൈർ അല്ലാഹു സുബ്ഹാനഹു നിശ്ചയിച്ചിട്ടാണ്. ഇങ്ങനെ വന്നത് ചിന്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹിനെ ഖദർ വിശ്വസിക്കുന്നതോ ഖദ്ദർ അല്ലാഹു മാ ശാഅ ഫഅല എല്ലാം കഴിഞ്ഞു. ഇപ്പൊ അടുത്ത് കുറച്ചു മുമ്പ് ഒരു ഒരു വനിത, ഒരു സ്ത്രീ പറയുന്നുണ്ട്, ചില സിനിമകളിലാണ് അവര് പറയുന്നത് വെച്ചാല് ഈ മുസ്ലിങ്ങൾക്ക് എന്ത് സുഖമായിരുന്നു, കാരണം എന്തോ അവർ ദൈവം നിശ്ചയിച്ച പോലെ എന്നാണ് അവർക്കതും ബോധ്യപ്പെട്ടിരുന്നത്. പക്ഷെ നമുക്ക് പലപ്പോഴും ഇല്ല ബോധ്യപ്പെടും. നമ്മളെപ്പോ ബോധ്യപ്പെടുന്ന വെച്ചാല് ഫസ്റ്റ് കുറേ കുറ്റം പറയും, കുറേ ചീത്ത പറയും, അങ്ങനെ ഇങ്ങനെ കണ്ടു. അവസാനം എന്താ പറയും, അതെല്ലാം പോട്ടെ, അത് വിചാരിച്ച അള്ള തീരുമാനിച്ചല്ലേ, അങ്ങനെ ഒരു കാര്യമില്ല. എന്നുവെച്ചാൽ ആ ഫസ്റ്റ് ടൈമിൽ വേണം ഖദ്ദർ അല്ലാഹു മാ ശാഅ ഫഅല എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഈമാൻ. അപ്പോഴൊരു മുഅ്മിനാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി 6 കാര്യം ഉണ്ടാവണം. അള്ളാഹെ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടാകും, മലായികത്തെ വിശ്വസിക്കും, പണിയുള്ള കാര്യമല്ല, പ്രവാചകനെ വിശ്വസിക്കാൻ പ്രയാസമില്ല, കിതാബ് വിശ്വസിക്കാൻ പ്രയാസമില്ല, യൗമുൽ ആഖിർ വിശ്വസിക്കാൻ പ്രയാസമില്ല. പക്ഷെ ഏറ്റവും പ്രയാസം കുറച്ച് പ്രയാസമാണ്. അത് കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധമാണ്, അല്ലാഹു സുബ്ഹാനഹു അറ്റാച്ച്മെന്റ് ആണല്ലോ, അത് കിട്ടുമെന്ന് അറിയിക്കാനത് ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്ന വേറിട്ട ഒരു കാര്യം മാത്രമേ പഠിപ്പിക്കുകയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാസിഖ് എന്ന് പറഞ്ഞു അല്ലേ? ഈ ഫാസിഖ് ആരാണ്? ഫാസിഖ് മുസ്ലിങ്ങളെ പോലെ ഫാസിഖുകൾ ഉണ്ടാവും. എങ്ങനെ ഫാസിഖാവാം? ഒരു തെറ്റിലെ ഫാസിഖാവും. ഒരാൾ ഹറാമ് കണ്ടു, ഫാസിഖാണ്. ഒരാൾ ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിഷയമുണ്ട്, ഒരാൾ വ്യഭിചാരോചന നടത്തി, ഒരാളെ കുറിച്ച് ആണ് വ്യഭിചാരി എന്ന് പറഞ്ഞു, വ്യഭിചാരിനെന്ന് പറഞ്ഞു, അയാൾ ഫാസിഖാണെന്നാണ്. അപ്പൊ ഫാസിഖ് എന്നുള്ളത് അവൻ മുസ്ലിം ആണെങ്കിലും ജീവിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവിടുത്തെ ഫാസിഖ് എന്താണ്? ഫാസിഖ് കാഫിറായ ഫാസിഖാണ്, കുഫ്റുണ്ടാവുന്ന ഫാസിഖാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു തൊട്ടടുത്തായത്തും പഠിപ്പിക്കുന്നുണ്ട്. കാഫിരിങ്ങളെ സിഫത്താണ്, കാഫിരിങ്ങളെ ഗുണവിശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തായത്തിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ്? കാഫിരിങ്ങളെ കുറിച്ച് അതാരാണ്?
ഏത് രൂപത്തിലൊക്കെ ഫാസിക്കായതാ? കുഫർ വന്നിട്ട് ഫാസിക്കായെന്നാണ്. ഇനി ഈ ആയത്തിൽ നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ചില ഫായിദകൾ മഹാന ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ എന്നുണ്ട്. ഒന്നാമത്തെ ഫായിദ എന്ത്? നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒന്നാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ലാ യസ്തഹി എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് ലജ്ജ എന്ന് പറയുമ്പോൾ അള്ളാഹ് തീരെ ലജ്ജ എന്നാണോ? അല്ല. ലജ്ജ എന്ന് പറഞ്ഞ അള്ളാഹ് എന്താണ്? ഒരു സിഫത്താണ്. അവന്റെ സിഫത്താണ്. അള്ളാഹ്ക്ക് എന്തുണ്ട്? ഇസ്മുണ്ട്, സിഫത്തുണ്ട്. പ്രധാനപ്പെട്ട വിഷയം. കാരണം ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ, ഏറ്റവും കൂടുതൽ ഫിറത്തുകൾ, എന്താ പറയാ, ടീമുകൾ ഉണ്ടായ വിഷയമാണ് എന്ത്? അസ്മാ സിഫാത്ത് എന്നുള്ളത്. നുസൂൽ ഉണ്ടല്ലോ, അള്ളാഹ് നുസൂൽ. നുസൂൽ എന്താ? അള്ളാഹ് ഇറങ്ങൂലേ? ഒരു കർമ്മം ആകാശത്ത് കാണുമോ? നമ്മൾ വിശ്വസിക്കുന്ന കാര്യമാണ്, വിശ്വസിക്കണം. അപ്പൊ അങ്ങനെ നുസൂലിനെ എതിർക്കുന്ന ആളുകളുണ്ട്. ഏത് കൂട്ടത്തില്? മുജാഹിദുകൾ എന്ന് പറയുന്ന ആളെ കൂട്ടത്തിലാണ്. എന്താന്ന് വെച്ചാല് അള്ളാഹു ഇപ്പം ഭൂമിയില് ഇന്ത്യയില് ഇവിടെ എന്ത് രാത്രിയാണെങ്കിൽ അമേരിക്ക എന്താണ്? പകലാണ്. അപ്പൊ ബാക്കി പണി ആളുകൾക്ക് കേരളം അങ്ങനെ പണം ആലോചിക്കുന്നത് ചിന്തിക്കണം. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഈ നുസൂൽ എന്ന് പറഞ്ഞാൽ സിഫത്താണ്. അത് ആർക്കെങ്കിലും മുമ്പ് അറിയാം? അള്ളാഹ്ക്കാണ്. അള്ളാഹ് എങ്ങനെ ഇറങ്ങും? അള്ളാഹ്ക്ക് യോജിച്ചുള്ളതാണല്ലോ. അത് മനുഷ്യന്മാരിറങ്ങുന്ന പോലെയല്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു സിഫത്ത് എന്ന് പ്രധാനപ്പെട്ട വിഷയം. ആ സിഫത്ത് നിഷേധിച്ചതോടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്നിപ്പായിരുന്നതാണ്. ഇപ്പൊ മുഅ്തസിലിയാക്കളാവട്ടെ, അതുപോലെ തന്നെ ഖദരിയാക്കളാവട്ടെ, അതുപോലെ ജഹ്മിയാക്കളാവട്ടെ, ജബരിയാക്കളാവട്ടെ, അശാരികളാകട്ടെ, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ ഫിറഖുകളുണ്ട്. കുല്ലാബിയ, ഫാത്തിമിയ, പിന്നെ ഇഷ്ടംപോലെ ഉണ്ട്. ഈ ഫിറഖുകളൊക്കെ എന്താണ്? ഈ ഫിറഖുകളൊക്കെ ഉണ്ടായത് സിഫത്തിന്റെ വിഷയത്തിലാണ്. അപ്പൊ അള്ളാഹനെ മനസ്സിലാക്കാനുള്ള ഒരു ആയുധം എന്ന് പറഞ്ഞാൽ അള്ളാഹ് അസ്മാ സിഫത്ത് പഠിക്കുന്നതാണ്. അള്ളാഹനെ മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ്. അപ്പൊ അള്ളാഹിന്റെ സിഫത്തും അള്ളാഹിന്റെ ഇസ്മയും മനസ്സിലാക്കുന്നതിനുള്ള ഒന്ന് തൗഹീദ് പൂർണ്ണമാവുന്നതാണ്. അല്ലെ? തൗഹീദിന്റെ നിർവചനം എന്താ? ഇഫ്റാദുല്ലാഹി തആല ബിൽ ഇബാദ, ബിൽ ഉലൂഹിയ്യ വറുബൂബിയ്യ വഅസ്മാഇ വസിഫാത്ത് എന്നാണ്. അള്ളാഹിന്റെ സിഫത്തും അള്ളാഹിന്റെ അസ്മാകളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെയും പഠിപ്പിച്ച രൂപത്തിൽ അജ്ഞാനം അത് അള്ളാഹ്ക്കുണ്ടാണ്. അള്ളാഹ്ക്കുണ്ട്. ആ രൂപം നമുക്ക് അറിയാം. ഇല്ല. അള്ളാഹ് കൈയുണ്ടോ? കൈയുണ്ട്. യദുല്ലാഹി മബ്സൂതത്തുണ്ട്. അപ്പൊ അള്ളാഹിന്റെ കൈ രൂപം എങ്ങനെ? നമുക്കറിയില്ല. അലാമയിരിക്കും. അള്ളാഹ്ക്ക് യോജിച്ച രൂപത്തിൽ അള്ളാഹ് കൈയുണ്ട്. അള്ളാഹ്ക്ക് വജ്ഹുണ്ടോ? മുഖമുണ്ടോ? അള്ളാഹ്ക്കുണ്ട്. അവിടെ പിന്നെ എന്നിട്ടില്ല മിൻ ഗൈരി തഅതീൽ, ശരിക്കാൻ പാടില്ല. അള്ളാഹ് കൈയില്ല, മിൻ ഗൈരി തശ്ബീഹ്, സദൃശ്യപ്പെടുത്തുക. അള്ളാഹിന്റെ മുഖം പറയാൻ മനുഷ്യന്മാരുടെ മുഖമാണ്, പറയാൻ പറ്റില്ല. അള്ളാഹു പിന്നെ മിൻ ഗൈരി തഹരീഫ്, മാറ്റം വരുത്തുക. അല്ലെ? അള്ളാഹു റഹ്മാനു അലൽ അർശി ഇസ്തവ, അള്ളാഹ് അർശിൽ ഇസ്തിവ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ പറഞ്ഞതല്ല, അതിന്റെ അർത്ഥം റഹ്മാൻ ഇസ്തൗല എന്നാണ്. ഇസ്തവ എന്നുള്ളത് ഇസ്തൗല എന്നാക്കി. ഇസ്തവ എന്താ? ഇരിക്കുക എന്നർത്ഥത്തിലാണ്. അതുപോലെ തന്നെ ഇസ്തൗല എന്നാലോ? ഇസ്തൗല എന്ന് പറഞ്ഞാല് അതിനെ അതിജയിക്കണം. അതിജയിക്കാൻ എന്താ പറയാ? കീഴടക്കുക പറയില്ലേ? ഇസ്തൗലക്ക് കീഴടക്കാൻ അർത്ഥം. അപ്പൊ അങ്ങനെ അർത്ഥം വെക്കാൻ പറ്റില്ല. അത് തഹരീഫ് പാടില്ല. പിന്നെ പറഞ്ഞു മിൻ ഗൈരി തഅ്വീൽ എന്നാണ്. അത് തഅ്വീൽ ചെയ്യാം. എങ്ങനെ? യദ് എന്ന് പറഞ്ഞു, അത് കയ്യല്ല, സഹായം എന്ന് പറയും. വജ്ഹ് എന്ന് പറഞ്ഞു, മുഖല്ല, പ്രീതി എന്ന് പറയാം. പറ്റില്ല. വജ്ഹ് എന്താ? അതാണ് എതറാലോ. അതാണ് ഓരോന്നൊക്കെ പൂർണ്ണ അംഗീകരിക്കുന്നുണ്ട്. വജ്ഹ് അള്ളാഹിന്റെ മുഖം അംഗീകരിക്കുന്നുണ്ട്, യദ് അള്ളാഹിന്റെ കൈ അംഗീകരിക്കുന്നുണ്ട്, നുസൂൽ അള്ളാഹിന്റെ ഇറക്കം അംഗീകരിക്കുന്നുണ്ട്. ഒക്കെ അംഗീകരിച്ചാണ് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയാനുണ്ട് വജ്ഹ് എന്ന് പറഞ്ഞാൽ പ്രീതിയും അർത്ഥമുണ്ട് എന്ന് പറഞ്ഞില്ല, പ്രശ്നമുള്ള കാര്യമില്ല. നേരെ മറിച്ച് അള്ളാഹിന്റെ യദ് എന്ന് പറയുമ്പോൾ കൈയല്ല എന്ന് നിഷേധിച്ചുകൊണ്ട് ഒരാൾ സഹായം നഷ്ടപ്പെടുത്താൻ പാടില്ല. അത് അസ്മാഉ സിഫാത്തിൽ നിഷേധമാണ്. കൈയുണ്ടെന്ന് അള്ളാഹ് ഒറ്റയ്ക്ക് പറയാം. അള്ളാഹിന്റെ കൈ കൊണ്ട് നമുക്ക് അറിയാം. അതെ, അള്ളാഹിന്റെ കൈയിൽ നമുക്കറിയോ? അത് നമുക്കറിയില്ല. അത് അള്ളാഹ്ക്ക് യോജിച്ചുള്ള നമുക്കുണ്ട്. അതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ഇസ്തിവാഉ മഅലൂം. ഇസ്തിവാ നമുക്ക് അറിയാം, മഅലൂമാണ്. വൽ കൈഫു മജ്ഹൂൽ, കൈഫിയത്ത് നമുക്കറിയില്ല, രൂപം നമുക്കറിയില്ല. വൽ ഈമാനു ബിഹി വാജിബ്, അത് അംഗീകരിക്കുക നിർബന്ധമാണ്. അതിനെ നിഷേധിക്കുന്നത് കുഫ്റുൻ, അത് പാടില്ലാതെ മാലിക് റഹ്മത്തുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഏത് സിഫത്താവട്ടെ അള്ളാഹ്ക്ക് ഉണ്ട് എന്ന് പറയാൻ അള്ളാഹ്ക്കുണ്ട്, അള്ളാഹ്ക്കില്ല അള്ളാഹ്ക്കില്ല. അള്ളാഹ് ഉണ്ട് ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞില്ല. അവിടെ എന്താ നിലപാട്? ഒന്നും പറയണ്ട. ഉദാഹരണത്തിന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ജസദുണ്ടോ? ജസദ് ശരീരമുണ്ടോ? അറിയില്ല.
അള്ളാഹ് എന്ത് പറഞ്ഞിട്ടില്ല, ഇല്ല പറഞ്ഞില്ല. അള്ളാഹ് ജസ്റ്റ് എന്ത് പറയാൻ പാടില്ല, ഇല്ലെന്ന് പറയാൻ പാടില്ല. മനസ്സിലാവുണ്ടോ? ഇതാണ് ഇത് പഠിക്കുന്ന കാര്യം. ഇപ്പോൾ എന്ന് പറയാൻ കാണിച്ചാൽ അള്ളാഹു ഇന്നല്ലേ, അള്ളാഹ്ക്ക് ഹയാ ഉണ്ട് എന്ന് നമ്മൾ പഠിക്കണം. അപ്പൊ ഹയാ അള്ളാഹ് ഒരു സിഫത്താണ്. അള്ളാഹിന്റെ ആ ഹയാലോട് ഉണ്ടാക്കുന്ന ഒരു ഇസ്മാണ്ട് ഹയ്യിബ് എന്ന് പറയുന്ന അള്ളാഹുള്ള ഇസ്മ പറയുന്നത്. ഇന്ന റബ്ബക്കും ഹയ്യുൻ കരീമുൻ യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി യറുദ്ദുഹു അസ്ഫറ. ഒരു മനുഷ്യൻ അള്ളാഹുവോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നൽകാതെ തിരിച്ചു വരുന്നത് അള്ളാഹ്ക്ക് ലജ്ജയുള്ള കാര്യം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഹയ്യ് എന്ന് പറയുന്ന അള്ളാഹ്ക്ക് ഇസ്മുണ്ട്, സിഫത്തും ഉണ്ടെന്നാണ്. ഞാൻ പ്രത്യേകം പറയുന്നത് വെച്ചാല് ചില സിഫത്ത് ഉണ്ടാവും, ഇസ്മ ഉണ്ടാവുന്നില്ല. ഉദാഹരണത്തിന് പറയാം, അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹ് കാഫിറിനോട് കുതന്ത്രം പ്രയോഗിക്കണമാണ് അല്ലേ. അത് പറയുന്നുണ്ട് ആയിട്ടുണ്ട് എന്താ കുതന്ത്രം പ്രയോഗിക്കണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മക്ർ ചെയ്യുന്നു, മക്രനാണ് കുതന്ത്രം പ്രയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അള്ളാഹു കുതന്ത്രം പ്രയോഗിക്കുന്നു, സ്വാഭാവിക കുതന്ത്രം പ്രയോഗിക്കുന്നത് മോശപ്പെട്ടൊരു കാര്യമല്ലേ. അപ്പൊ അള്ളാഹ് മാക്ര പറയാൻ പറ്റും, മക്ര അള്ളാഹ്ക്ക് സിഫത്തുണ്ട്, അള്ളാഹ് മാക്ര പറയാൻ പറ്റും, പറ്റൂല. അത് അള്ളാഹ്ക്ക് അങ്ങനെ ഇസ്മില്ല. അപ്പൊ എല്ലാ സിഫത്തും നമുക്ക് ഇസ്മ ഉണ്ടാക്കാൻ പറ്റൂല, എന്നാൽ എല്ലാ ഇസ്മും നമുക്ക് എന്ത് ചെയ്യാം, സിഫത്ത് ഉണ്ടാക്കാം. അത് പറ്റില്ല. അള്ളാഹു റഹ്മാൻ പറഞ്ഞാല് അള്ളാഹ്ക്ക് റഹ്മത്തുണ്ട്, അള്ളാഹ് റഹീമാണ് അള്ളാഹ്ക്ക് റഹ്മത്തുണ്ട്, അള്ളാഹ് ഗഫൂർ ആണ് അള്ളാഹ്ക്ക് മഗ്ഫിറത്തുണ്ട്, ഗഫറാൻ ഉണ്ട് എന്ന് പറയാം. അല്ലാതെ എല്ലാ സിഫത്തും കാണുന്നതിന് ഇസ്മ ഉണ്ടാക്കാനില്ല, പറ്റൂല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ സിഫത്തിന്റെ വിഷയത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ ഭാഗം. രണ്ടാമത് അദ്ദേഹം പഠിക്കുന്ന വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന കാര്യം. അള്ളാഹ് പഠിപ്പിക്കും അല്ലേ, ഒരു കൊതുകില്, ആ കൊതുകിന് പലപ്പോഴും മനുഷ്യന് എന്ത് ചെയ്യും, ഇത്ര ചെറിയ നിസാര ജീവിയാണല്ലേ, എന്നിട്ടും നമുക്ക് അതിനെ പലപ്പോഴും അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ചിലപ്പോൾ നമ്മൾ കുത്തും പ്രയാസപ്പെടുത്തും, പിടിക്കാൻ കിട്ടുന്നില്ല. പഠിപ്പിക്കുക വെച്ചാൽ മനുഷ്യൻ എന്താണ്, അതിനേക്കാളും ദുർബലനാണ് എന്ന് പഠിപ്പിക്കുക. ആ കൊതുകിനേക്കാളും മനുഷ്യനാണ് ദുർബലനാണ് എന്ന്. എത്ര പോക്കിരിയാണെങ്കിലും എത്ര പവർ കാണിച്ചാണെങ്കിലും ഒരു കൊതുക് കുത്തി കഴിഞ്ഞാൽ പോലെ തന്നെ ആൾക്കാരില്ല ഇല്ലേ. അതെ, കൈയുണ്ട്. അപ്പൊ അതല്ല പഠിപ്പിക്കാണത്, അത്രയും നിസാര കാര്യം ആണ് കൊതുക്. അതിനെപ്പോഴും ഇല്ല മനുഷ്യത്തോട് വായിഫാനുള്ള ഈ ആയത്തിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ഫായിദയായിക്കൊണ്ട് എന്നുണ്ട്. മൂന്നാമത്തെ അള്ളാന്റെ റഹ്മത്ത് സൂചിപ്പിക്കണം. എന്താ റഹ്മത്ത്? ഉടമയിലൂടെ കാര്യം പഠിപ്പിച്ചത്. അത് ചൊല്ലി കുറെ കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ അന്ന് നമുക്ക് ഉപമയിലൂടെ പഠിച്ചു മനുഷ്യനെ കൂടുതൽ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇതെല്ലാം റഹ്മത്താണ്. ഇതെല്ലാം പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്. അഞ്ചാമത്തെ ഒന്നാണ് നേരത്തെ പറഞ്ഞ പോലെ ഖിയാസ് ഉണ്ട് എന്ന് പഠിപ്പിക്കണം. ഖിയാസ് എന്താണ് ശരിക്കും ഇതിനെപ്പോലത്തെ ഒന്നും ഇവിടെ ഉണ്ടാക്കലാണല്ലോ അല്ലെ. കള്ള് ഹറാമാണ്, എണ്ണ ഹറാമാണ് എന്ന പോലെ തന്നെ ഈ ഉപമ എന്ന് പറയുമ്പോൾ ഖിയാസാണ് അല്ലെ. ഇവിടെ ഒരു ടീമിനെ കുറിച്ച് പറഞ്ഞു, അവരെ ഉപമ പറഞ്ഞു, വാർത്ത പറഞ്ഞു. റസൂലിനെ കുറിച്ച് പറയുമ്പോൾ റസൂൽ എന്ന് വെച്ചാല് ഈ ഉമ്മത്തിനെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന വ്യക്തിയാണ്. റസൂലിനെ ഉപമിക്കുകയാണെന്ന് ഒരു ആള് നരകത്തേക്ക് പോകാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ വേണ്ട ഒരു ആളെന്ത് ചെയ്യാണ്, ഒരു ലൈറ്റ് കത്തിച്ചു. ലൈറ്റ് കത്തിച്ച് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആര് വരും, ഈ പാറ്റകള്, അതുപോലെ തന്നെ നമ്മൾ സമ്മേളനത്തിൽ കണ്ടിട്ടുണ്ടല്ലോ ലൈറ്റ് പാറ്റകളും. അപ്പൊ എന്ത് ചെയ്യണം, ഒരാൾ ആ പാറ്റകളെ തട്ടി മാറ്റാം എന്ന് പോലെ റസൂലത്ത് മനുഷ്യന്മാർ നരകത്തേക്ക് വേണ്ടി ചാടിപ്പോയി പോകും. നരകത്തിൽ ഓരോ റസൂല പിടിച്ചു മാറ്റാം. ഇതൊരു ഖിയാസാണ് അല്ലെ, ഒരു ഉപയോഗിക്കുന്ന ഖിയാസാണ്. ഇത് ഖിയാസ് സ്ഥാപിക്കാൻ അള്ളാഹു സുബ്ഹാനഹു പഠിപ്പിച്ചതായിട്ടാണ്. ആറാമത്തെ ഒരു ഫായിദയാണെന്ന് വെച്ചാല് ഈമാന്റെ പ്രത്യേകത. ഈമാൻ അത്രയും പ്രത്യേകത അല്ലെ. ഉപമിന്റെ വിഷയത്തിലാണ് പറഞ്ഞു അല്ലെ, ഉപമിച്ചതിന് വിഷയത്തിലാണ് ആയത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെന്ന് പറഞ്ഞു അവിടെ എന്താ അങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞു ഇല്ല. പറഞ്ഞു സ്വീകരിക്കുക, അനുസരിക്കുക, സത്യപ്പെടുത്തുക. ഇത് ഈ ആയത്തിന് കിട്ടുന്ന മറ്റൊരു വായിലാണ്. അതുപോലെ അദ്ദേഹം പറഞ്ഞ മറ്റൊന്ന് വെച്ചാല് ഇസ്ബാത്തു റുബൂബിയ്യത്തുൽ ഖാസ്സ എന്ന് പറയും. റുബൂബിയ്യത്തിനെ കുറിച്ച് പറയണം. ഇപ്പൊ അല്ലാഹു പറഞ്ഞു ആ റബ്ബി എന്ന് പറയുമ്പോ ആര് റബ്ബാണ്?
മുഅ്മിനീങ്ങൾ റബ്ബ് എന്നാണ്. അത് കാഫിരീങ്ങൾ റബ്ബ് അല്ലല്ലേ ആണ്. അപ്പൊ റബ്ബിന് രണ്ട് പദമുണ്ട്. ഒന്ന് ആമിൽ ഉപയോഗിക്കും, ഖാസിൽ ഉപയോഗിക്കും. ആമിൽ പൊതുവായിട്ട് ഉപയോഗിക്കും, ഖാസ് പ്രത്യേകിച്ച് ഉപയോഗിക്കും. അതങ്ങനെ തന്നെയാണ്. അതല്ല പറഞ്ഞത്. റബ്ബ് എന്ന് പറയുമ്പോ ശരിക്കും കാഫിരീങ്ങൾ റബ്ബ് തന്നെയാണ്, അള്ള തന്നെയാണ്. അപ്പൊ രണ്ട് തരത്തിൽ ആ റബ്ബ് ഉപയോഗിക്കും. ഒന്ന് ഖാസാൻ ഉപയോഗിക്കും, ആമിൽ ഉപയോഗിക്കും. ആമിൽ മൊത്തം എല്ലാ റബ്ബും അള്ളയാണ്. പക്ഷെ ഇവിടെ പറഞ്ഞാല് റബ്ബിഹിം എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ റബ്ബ് അല്ല പ്രത്യേകം എടുത്ത് ഏത് പോലെ ചെയ്താലോ അബ്ദ് ഇല്ലേ, അബ്ദ് നമ്മുടെ അടിമയാണ്. കാഫിരീങ്ങൾ അബ്ദല്ല, അടിമല്ലേ, അള്ളാഹ് അടിമല്ലേ, അല്ലാഹ് അടിമയാണ്. ഒരു ആയത്ത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദ് ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ ഇല്ലാ ആതി റഹ്മാനി അബ്ദ എന്ന് പറയുന്നുണ്ട്. ഈ അബ്ദിലെ എല്ലാവരും ഉൾക്കൊള്ളും. കാഫിർ പെടും, മുഅ്മിൻ എല്ലാവരും പെടും. മറ്റൊരായത്ത് തബാറക്കല്ലദി നസ്സൽ ഫുർഖാന അലാ അബ്ദിഹി എന്നാണ്. ഈ അബ്ദ് ആരാ? മുഅ്മിൻ മാത്രം, റസൂലാണ്, മുഅ്മിൻ മാത്രം ഉൾക്കൊള്ളും. അപ്പൊ അബ്ദ് എന്ന് പറഞ്ഞാൽ ആമുണ്ട് ഖാസുണ്ട് എന്തുണ്ട്, ഇവിടെയും ആമും ഖാസും ഉണ്ട് എന്ന് ഈ ആയത്തിനെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെയുള്ള ഒരുപാട് ഫായിദകൾ, അത് 10ഓളം ഫായിദകൾ എന്തുണ്ട് അദ്ദേഹത്തിന് എണ്ണുന്നുണ്ട്. ഈ ഫായിദകളൊക്കെ എന്ന് വെച്ചാല് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തേ ഉള്ളൂ, ഈ ആയത്തിന്റെ കണ്ടതിന് ആയ ഉണ്ട് എന്ന് നമുക്ക് തിരിയുന്നതാണ്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല് കാഫിരീങ്ങളെ അവസ്ഥ കിട്ടുന്നു അല്ലെ, ഒരു ഉപമയെ നിശ്ചയിച്ചിട്ട് വരുന്നത് കാഫിറായി എന്നാണ് നമ്മൾ ചിന്തിക്കാതെ അറിയാം. ഉദാഹരിച്ച് പറയണം, ഒരാൾ പറയുന്നത് ഒട്ടക മാംസം കഴിയും പൊതു പറയും, ഒട്ടക മാംസം അതൊന്നും പോലും ഒന്നും കുഴപ്പമില്ല, കാഫിറായി, നിശ്ചയിച്ച് കാഫിറായി. നിര്യാണിക്ക് താഴെ പാൻ തിരിക്കാൻ പാടില്ല, അതിന് കൊടുക്കില്ല, പറ്റില്ല, കാഫിറായി. അള്ളാഹു സുബ്ഹാനഹു ഹറാമാക്കുന്നത് ഹലാലാക്കുകയാണ്, അതിന് കൊടുക്കില്ല, എന്ത് ചെയ്യും, അവൻ കുഫറിലേക്ക് നയിക്കേണ്ട കാര്യമാണ്. അപ്പൊ അത്രയും നിസ്സാരമായ കാര്യങ്ങൾ എന്ത് ചെയ്യും, ഒരാള് കാഫിറായി പോകാൻ ചാൻസ് ഉണ്ട് എന്ന് ഇന്ന് അറിയിക്കുന്ന ഒറ്റ കാര്യം കൊണ്ട് അദ്ദേഹം എഴുതുന്നതാണ്. അപ്പൊ ഇത്രയും കാലം നമുക്ക് ഈ ആയത്തിൽ നമുക്ക് എന്ത് ചെയ്യും പഠിക്കാൻ സാധിക്കുന്ന ഒന്നാണ് എന്ന് മാത്രം. ഇപ്പൊ പഠിച്ചു ഒരായത്ത് ചെയ്യാം ഒരുപാട് ഫായദ. അപ്പൊ പല പണ്ഡിതന്മാരും ആ ആയത്തിൽ ചോദിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല, സദ്യ എന്ത് ചെയ്യും ഇതുപോലെ എന്ന് വെച്ചാൽ ഒന്നും കൂടി നമുക്ക് ചിന്തിക്കാൻ അവസരം തരികയാണ്. മനസ്സിലായി? അപ്പം ഇങ്ങനെ ഒരുപാട് ഫായദ അറിയിക്കുന്ന ഈ ആയത്താണ് ഈ ആയത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും ആയത്ത് പഠിപ്പിക്കുന്നുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ചതിനെ നിഷേധിച്ച ആളുകള് ഉണ്ട്, അംഗീകരിച്ച ആളുകളുണ്ട്. അവരെ കുറിച്ച് പറഞ്ഞു, അവര് മുഅ്മിനീങ്ങളാണ്. നിഷേധിച്ച ആളുകൾ എന്ത് പറഞ്ഞു, അവര് കാഫിരീങ്ങളാണ്, മുനാഫിഖീങ്ങളാണ് എന്ന് പറഞ്ഞു. അള്ളാഹ്ക്ക് എന്തില്ല, ഉപമിക്കുന്നതിന് എന്തില്ല, യാതൊരു മടിയില്ല. എന്താ വിഷയമുള്ളൂ അവിടെ, അവിടുത്തെ തത്വം എന്താണ്, അവിടുത്തെ കാമ്പ നിർത്താൻ അല്ലേ, അപ്പം നിന്നാ മതി, കുഴിയെണ്ണ വെക്കും അല്ലേ, ആ കാമ്പ് എടുത്താൽ മതി, മറ്റെന്താ നമ്മൾ നോക്കേണ്ട ആവശ്യകത വർദ്ധിക്കണം. അതുപോലെ തന്നെ ഒരാൾ സത്യനിഷേധാവുണ്ടെങ്കിൽ അതുപോലെ കയ്യിലിപ്പാൻ എന്തല്ല, അള്ളാഹനെ ആക്കുന്നതല്ല എന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം. അതുപോലെ തന്നെ ഈ ആയത്ത് അറിഞ്ഞ വ്യക്തി പശ്ചാത്തലം പറഞ്ഞു ദുന്യാവിന് വേണ്ടി ജീവിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു. ദുന്യാവ് പ്രധാനപ്പെട്ട എത്ര പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് ദുന്യാവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും ആഖിറത്തിന് വേണ്ടി ജീവിതം മാറ്റിക്കുന്ന പറയുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കണം. അപ്പോ ആ രൂപത്തിലൊക്കെ ജീവിതത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും അതുപോലെ അള്ളാഹിന്റെ അടുക്കൽ ദറജ വർദ്ധിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടാനും നമുക്ക് സാധിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഭാഗങ്ങളും നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.